അധ്യായം 14 ദൈവരാജ്യം. ഈ വിഷയത്തിന്റെ പ്രാധാന്യം, ദൈവരാജ്യത്തിന്റെ സ്വഭാവം, സുവിശേഷയുഗത്തിൽ ദൈവരാജ്യത്തിന്റെ സ്ഥിതി, അപ്പോസ്തലനായ പൗലോസ് അബദ്ധ വീക്ഷണങ്ങൾ എങ്ങനെ തിരുത്തുന്നു, ദൈവരാജ്യത്തെ സംബന്ധിച്ച മിഥ്യാധാരണകളുടെ ഫലങ്ങൾ, ദൈവരാജ്യത്തിന്റെ ഇരുവശങ്ങൾ, ആത്മീയ വശവും അതിന്റെ പ്രവർത്തനവും, ഭൗമിക വശവും അതിന്റെ പ്രവർത്തനവും, അവയുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം, ഭൗമിക വശത്തിന്റെ മഹത്വം, ആത്മീയ വശത്തിന്റെ മഹത്വം, ഈ ശാഖകൾ പൊട്ടിവളരുന്ന ഉടമ്പടിയാകുന്ന താഴ്വേര്, രാജ്യത്തിന്റെ ഭൗമിക വശം, യഹൂദിയം, നഷ്ടപ്പെട്ടുപോയ ഗോത്രങ്ങൾ, സ്വർഗീയ യെരുസലേം, ഇസ്രായേൽ ഒരു പ്രതിരൂപജനം, ഇസ്രായേലിന്റെ പതനവും ഉദ്ധാരണവും, തെരഞ്ഞെടുപ്പ് ഗണങ്ങൾ, രാജാവകാശികൾ, ഉരുക്ക് ഭരണം, സഹസ്രാബ്ദ ഭരണത്തിന്റെ ലക്ഷ്യത്തെ വിശദമാക്കുന്ന ഒരു ഉദാഹരണം, രാജ്യം പിതാവിന് സമർപ്പിക്കുന്നത്, ദൈവത്തിന്റെ ആദിമ ലക്ഷ്യത്തിന്റെ പൂർണ്ണ സാക്ഷാത്കാരം. ഈ വിഷയം വേദശബ്ദാവലിയുടെയും വേദത്തിന്റെയും സഹായത്തോടെ ശ്രദ്ധാപൂർവം വിചിന്തനം ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ ചെയ്യുന്ന പക്ഷം തിരുവെഴുത്തുകൾ അതിന് നൽകുന്ന പ്രാധാന്യം കണ്ട് വിസ്മയഭരിതരാകും. ദൈവരാജ്യത്തെയും അതിന്റെ രാജാവായ മിശിഹായെയും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വാക്തത്വങ്ങളും പ്രവചനങ്ങളും കൊണ്ട് പഴയ നിയമ തിരുവെഴുത്തുകൾ നിബിഡമായിരിക്കുന്നു. ഒരു ജനത എന്ന നിലയിൽ മിശിഹായുടെ നേതൃത്വത്തിൽ തങ്ങൾക്ക് ഔന്നത്യം കൈവരുമെന്നായിരുന്നു ഓരോ ഇസ്രായേലിന്റെയും പ്രതീക്ഷ. ലൂക്ക 3:15. കർത്താവ് അവരുടെ മധ്യ വന്നതും ചിരകാലമായി വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് അവരുടെ രാജാവെന്ന നിലയിലായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിനെ വിളംബരം ചെയ്യുന്ന മുന്നോടിയായി വന്ന യോഹന്നാൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ, മത്തായി 3:2 എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അവന്റെ ദൗത്യം ആരംഭിച്ചത്. കൃത്യമായും അതേ പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് കർത്താവ് തന്റെ ദൗത്യത്തിന് തുടക്കം കുറിച്ചത്. മത്തായി 4:17. അതേ സന്ദേശം പ്രസംഗിക്കുന്നതിനാണ് അപ്പോസ്തലന്മാർ നിയോഗിക്കപ്പെട്ടത്. മത്തായി 10:7, ലൂക്ക 9:2. കർത്താവ് തന്റെ പരിശുദ്ധ ശുശ്രൂഷ ആരംഭിച്ചത് രാജ്യമെന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു എന്ന് മാത്രമല്ല, തന്റെ പ്രസംഗത്തിന്റെ എല്ലാം തന്നെ മുഖ്യ വിഷയം അതായിരുന്നു. ലൂക്ക 8:1, 4:43, 19:11. ഈ വിഷയത്തോടുള്ള ബന്ധത്തിലോ ഈ ഒറ്റ വിഷയത്തിന്റെ വിശദീകരണാർത്ഥമോ മാത്രമാണ് മറ്റു വിഷയങ്ങൾ പരാമർശിച്ചിട്ടുള്ളത്. അവന്റെ ഉപമകളിൽ ഏറെയും രാജ്യത്തെ സംബന്ധിച്ച വീക്ഷണം വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് നാനാവശമായും അവതരിപ്പിക്കുന്നതാണ്. അല്ലാത്തപക്ഷം രാജ്യത്തിന്റെ ഓഹരി ലഭിക്കേണ്ടതിന് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതിന്റെ അനുപക്ഷണീയത വ്യക്തമാക്കുകയോ അബ്രഹാമിന്റെ സ്വാഭാവിക സന്തതികളായാൽ വാഗ്ദത്തത്തിന് പ്രകൃത്യ തങ്ങൾ അവകാശികളാണെന്ന യഹൂദ ജനതയുടെ മിഥ്യാബോധം തിരുത്തുകയോ ചെയ്യാൻ അവ ഉപകരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു വരുവാനുള്ള രാജ്യത്തെ സംബന്ധിച്ച് അനുഗാമികൾ പുലർത്തി വന്ന പ്രതീക്ഷയെ സംഭാഷണദ്വാര ബലപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവൻ ഇങ്ങനെ പറഞ്ഞു: എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ഞാൻ വിധിക്കുകയും ചെയ്യും. ലൂക്ക 22:29-30. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്ക 12:32. കിരീടധാരണത്തിനും സിംഹാസനാരോഹണത്തിനും പകരം രാജാവെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ വല്ലാതെ നിരാശരായി. അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം എമാവൂസിലേക്കുള്ള യാത്രാമധ്യേ അവരിൽ 2 പേർ പരദേശി എന്ന് തോന്നിയ ഒരുവനോട് പറഞ്ഞ പ്രകാരം ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ അവനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. റോമൻ നുഖത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുകയും അവരുടെ ദൈവരാജ്യമായി ശക്തിയിലും പ്രതാപത്തിലും അവരോധിക്കുകയും ചെയ്യുവാനുള്ളവൻ എന്ന് തന്നെ. എന്നാൽ പിന്നിട്ട ഏതാനും ദിവസങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങൾ നിമിത്തം അവർ തീർത്തും നിരാശരായി. എന്നാൽ രാജ്യസ്ഥാപനത്തിന് മുമ്പേ ഒന്നാമതായി അവൻ യാഗവസ്തുവായി തീരേണ്ടിയിരുന്നു എന്ന തിരുവെഴുത്തുകളിൽ നിന്ന് തെളിയിച്ചു കൊടുത്ത് അവൻ അവരുടെ ജ്ഞാനദൃഷ്ടികൾ തുറന്നു. ലൂക്ക 24:21, 25 മുതൽ 27 വരെ. മനുഷ്യനെ വീണ്ടെടുക്കാതെ തന്നെ ദൈവത്തിന് വേണമെങ്കിൽ ഭൂമിയുടെ ആധിപത്യം യേശുവിന് നൽകാമായിരുന്നു. എന്നാൽ അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു. ദാനിയേൽ 4:32. എന്നാൽ ഇപ്രകാരമുള്ള ഒരു പദ്ധതി കൊണ്ട്
സാധ്യമാവുന്നതിലും മഹത്തരമായ ഒരു ലക്ഷ്യം ദൈവത്തിനുണ്ടായിരുന്നു. മനുഷ്യരാശി ഒന്നാകെ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയും അപ്രകാരമുള്ള ഒരു രാജ്യത്തിന് നടപ്പിലാക്കാൻ കഴിയുന്ന ക്ഷേമ പരിപാടികൾ എത്രമേൽ പ്രയോജനകരമായിരുന്നാലും താൽക്കാലികമായിരിക്കാനേ കഴിയൂ. അവന്റെ രാജ്യം മൂലമുള്ള അനുഗ്രഹങ്ങൾ ശാശ്വതവും പൂർണ്ണവുമായിരിക്കുന്നതിന് വർഗം ഒന്നാമത് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുകയും ആദാം വഴി എല്ലാവർക്കും ബാധകമായി തീർന്ന ശിക്ഷാവിധിയിൽ നിന്ന് നിയമപരമായി വിമോചിതരാകുകയും ചെയ്യേണ്ടിയിരുന്നു. പ്രവചനങ്ങൾ വിശദീകരിക്കുന്നതിൽ വരുവാനുള്ള രാജ്യത്തെ സംബന്ധിച്ച് ശിഷ്യന്മാർക്കുണ്ടായിരുന്ന പ്രതീക്ഷ യേശു വീണ്ടും ഉണർത്തി എന്നതിന് തെളിവാണ് പിന്നീട് അവൻ അവരെ വിട്ടുപിരിയുമ്പോൾ, കർത്താവെ, നീ ഇക്കാലത്തോ ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാപനം മാറ്റി കൊടുക്കുന്നത് എന്ന അവരുടെ അന്വേഷണം. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന അവന്റെ ഉത്തരം വ്യക്തമല്ലെങ്കിലും അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമല്ല. അപ്പോസ്തല പ്രവൃത്തി 1:6-7. ദൈവത്തിന്റെ രാജ്യത്തെ സംബന്ധിച്ച് പ്രാരംഭത്തിൽ വികലമായ ധാരണയാണ് ശിഷ്യന്മാർ പുലർത്തിയിരുന്നത്. ഇക്കാര്യത്തിൽ യഹൂദ സമൂഹത്തോടൊപ്പമായിരുന്നു അവർ. ദൈവരാജ്യം തികച്ചും ഭൗമികമായിരിക്കുമെന്ന് സങ്കല്പിച്ചതാണ് അവർക്ക് പറ്റിയ തെറ്റ്. അതിന് വിപരീതമായി രാജ്യം തികച്ചും സ്വർഗീയമായിരിക്കുമെന്ന് സങ്കല്പിക്കുക വഴി ഇന്ന് അനേകർക്കും തെറ്റുപറ്റുന്നത് പോലെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ള പല ഉപമകളും ഗൂഢാർത്ഥ വചനങ്ങളും തക്ക സമയത്ത് ഈ മിഥ്യാധാരണകൾ തിരുത്തുന്നതിന് ഉന്നം വച്ചുള്ളവയാണ്. ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുകയും മനുഷ്യർക്കിടയിൽ അധികാരത്തിലിരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു രാജ്യത്തെ അഥവാ ഗവൺമെന്റിനെ പറ്റിയുള്ള ആശയം അവൻ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരുന്നു. രാജ്യത്തിലുള്ള പങ്കാളിത്തത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിനെ അവൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് അതിന്റെ സ്ഥാപനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. യഹൂദന്മാരിൽ ലോകപ്രകാരം ജ്ഞാനികളായിരുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മുടെ കർത്താവ് ഒരു വഞ്ചകനും മതഭ്രാന്തനുമായിരുന്നു. അവന്റെ ശിഷ്യന്മാരെ അവർ വെറും ഭോഷന്മാരെന്ന് മുദ്രകുത്തി. അവന്റെ ജ്ഞാനം, നയചാതുര്യം, അത്ഭുത പ്രവർത്തികൾ ഇവയെ നിഷേധിക്കാനോ അവയ്ക്ക് തക്ക കാരണം കണ്ടെത്താനോ കഴിഞ്ഞില്ല. എന്നാലും താൻ ലോകത്തിന്റെ അവകാശിയാണെന്നും ലോകത്തിന്റെ ഭരണചക്രം തിരിക്കുന്നതിനുള്ള വാഴ്ത്തത്വ രാജ്യം താൻ സ്ഥാപിച്ചെന്നും ജീവിതത്തിൽ എളിയ തുറകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ അനുയായികൾ ആ രാജ്യത്തിൽ തന്റെ സഹഭരണകർത്താക്കളായിരിക്കുമെന്നുമുള്ള അവന്റെ അവകാശവാദം അവിശ്വാസ നിമിത്തം പരിഗണന അറിയിക്കാത്ത അസംബന്ധമായി അവർക്ക് തോന്നി. സുശിക്ഷിതരായ യോദ്ധാക്കളും നിപുണരായ സേനാധിപന്മാരും വിപുലമായ ധനശേഷിയും കൊണ്ട് റോം ലോകത്തിന്റെ യജമാന സ്ഥാനം കരസ്ഥമാക്കി പ്രതിദിനം ബലപ്പെട്ടുകൊണ്ടിരുന്നു. ആ നിലയ്ക്ക് ഈ നസ്രായനാര്, പണമോ സ്വാധീനമോ ഇല്ലാത്ത സാധാരണക്കാർക്കിടയിൽ ഏറെയൊന്നും അനുയായികളില്ലാത്ത ഈ മുക്കോരും ആര്? ലോകം ദർശിച്ചിട്ടുള്ളതിലേക്കും മഹത്തും ബലിഷ്ഠവുമായിരിക്കുമെന്ന് ബഹുകാലമായി വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യത്തിന്റെ സ്ഥാപനത്തെ പറ്റി സംസാരിക്കാൻ ഇവർ ആര്? നമ്മുടെ കർത്താവിന്റെ അവകാശവാദങ്ങൾ കൊണ്ടെന്ന് തോന്നിയ ദൗർബല്യങ്ങളെ തുറന്നു കാട്ടി അതുവഴി അവന്റെ അനുയായികളെ ബോധവൽക്കരിക്കാമെന്ന പ്രതീക്ഷയിൽ നീ പ്രസംഗിക്കുന്ന ഈ രാജ്യം എപ്പോൾ പ്രത്യക്ഷപ്പെടും? നിന്റെ സേനകൾ എപ്പോൾ വന്നു ചേരും? ദൈവരാജ്യം എപ്പോൾ വെളിപ്പെടും എന്ന് പരീശന്മാർ അവനോട് ചോദിച്ചു. ലൂക്ക 17:20-30 വരെ. അവർക്ക് അവനെപ്പറ്റി മുൻവിധിയില്ലാതിരിക്കുകയും സ്വയം ജ്ഞാനികളെന്ന് സങ്കല്പിച്ച് അന്തരാകാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മറുപടി അവർക്ക് പുതിയൊരു വിധത്തിൽ ചിന്തിക്കാൻ പ്രേരകമാകുമായിരുന്നു. ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ആയിരിക്കുകയില്ല ആ രാജ്യം വെളിപ്പെടുന്നതെന്നായിരുന്നു അവന്റെ ഉത്തരം. അവൻ പ്രസംഗിച്ചതും ഭരണത്തിൽ കൂട്ടവാസികളായിരിക്കാൻ അനുയായികളെ ക്ഷണിച്ചതുമായ രാജ്യം അദൃശ്യമായിരുന്നു. അത് നേത്രഗോചരമാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താണ്. ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല, ഭാഗ്യ പ്രകടനത്തോടെയല്ല വരുന്നത്. ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ആയിരിക്കേണ്ടതല്ലോ എന്ന് അവൻ പറഞ്ഞു. ചുരുക്കത്തിൽ അവന്റെ രാജ്യം വരുമ്പോൾ അതിന്റെ സാന്നിധ്യം എവിടെയും ഉണ്ടായിരിക്കും, അതിന്റെ ശക്തി എവിടെയും അനുഭവപ്പെടും. എന്നാൽ അത് ഒരിടത്തും ദൃശ്യമായിരിക്കുകയില്ല എന്ന് അവൻ വ്യക്തമാക്കി. എപ്രകാരം അവൻ പ്രസംഗിച്ച രാജ്യം ആത്മീയമായിരിക്കുമെന്ന ഒരു ആശയം അവൻ അവർക്ക് നൽകി. എന്നാൽ അത് സ്വീകരിപ്പാൻ തക്കവണ്ണം അവർ പാകപ്പെട്ടിരുന്നില്ല.
വാഗ്ദത്തം ചെയ്യപ്പെട്ട രാജ്യത്തെ സംബന്ധിച്ച് യഹൂദ ജനത പുലർത്തി വന്ന പ്രതീക്ഷ ഒരളവോളം ശരിയായിരുന്നു. ഈ വാസ്തവാംശം പിന്നാലെ തെളിയിക്കപ്പെടുന്നത് പോലെ യഥാകാലം സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ഇവിടെ കർത്താവ് പരാമർശിക്കുന്നത് മാംസങ്ങൾക്ക് അദൃശ്യമായിരിക്കുന്ന രാജ്യത്തിന്റെ ആത്മീയ പക്ഷത്തെ പറ്റിയാണ്. ഒന്നാമത് സ്ഥാപിക്കപ്പെടുന്നത് ഈ ആത്മീയ പക്ഷമായതുകൊണ്ട് അതിന്റെ സാന്നിധ്യം അദൃശ്യവും ഒരു കാലത്തോളം തിരിച്ചറിയപ്പെടാത്തതുമായിരിക്കും. രാജ്യത്തിന്റെ ഈ ആത്മീയ പക്ഷത്ത് അവകാശം ലഭിക്കാനുള്ള പദവി മാത്രമാണ് അന്ന് വെച്ച് നീട്ടപ്പെട്ടത്. അന്ന് ആരംഭിച്ച സുവിശേഷമുടനീളം നമുക്കുള്ള വിളിയുടെ ഏക പ്രത്യാശയും അതുതന്നെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് യേശുവിന്റെ പരാമർശം ലൂക്ക 16:16. തുടർന്നുള്ള പഠനത്തിൽ ഇത് കൂടുതൽ തെളിവാകും. പൊതുവെയും വിശേഷിച്ച് പരീശന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രതികൂല മനോഭാവമാകണം നിക്കോദെമസ് യേശുവിനെ സന്ദർശിച്ചത് രാത്രിയിലാകാൻ കാരണം. വിഷയത്തിന്റെ നിഗൂഢത അവന് ഉത്കണ്ഠ ജനിപ്പിച്ചിരുന്നു. അപ്പോൾ തന്നെ രാജ്യത്തെ സംബന്ധിച്ച യേശുവിന്റെ അവകാശവാദങ്ങൾക്ക് മനസ്സിൽ സ്ഥാനം നൽകിയിരുന്നു എന്ന് പരസ്യമായി സമ്മതിക്കുന്നത് ലജ്ജാകരമായി തോന്നുകയും ചെയ്തു. ഭാഗിക വിവരണമാണെങ്കിലും കർത്താവും നിക്കോദെമസും തമ്മിൽ നടന്ന സംഭാഷണം യോഹന്നാൻ 3-ാം അധ്യായം ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഒരു പടി കൂടെ കടന്ന ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നു. സംഭാഷണത്തിന്റെ ആകെയുള്ള പോക്ക് അധികം ആലോചിക്കാതെ ഗ്രഹിക്കത്തക്ക വിധം അതിലെ പ്രധാന വാദമുഖങ്ങൾ പ്രകൃതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നമുക്ക് താഴെ വരും പ്രകാരം യുക്തിപൂർവം പരാവർത്തനം ചെയ്യാം. നിക്കോദെമസ്: ഗുരു, നീ ദൈവത്തിങ്കിൽ നിന്ന് വന്ന ഒരു ഉപദേഷ്ടാവാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ നീ ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഒരു മനുഷ്യനും ദൈവം അവനോട് കൂടിയില്ലെങ്കിൽ സാധ്യമല്ല. എന്നാലും നിന്റെ പ്രസ്താവനകളിൽ ചിലത് വളരെ പൊരുത്തക്കേടുള്ളതായി എനിക്ക് തോന്നുന്നു. ഒരു വിശദീകരണം തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന്, നീയും നിന്റെ ശിഷ്യന്മാരും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. എന്നാൽ നിനക്കാകട്ടെ സൈന്യമില്ല, സമ്പത്തില്ല, സ്വാധീനമില്ല. ഏതു വിധത്തിൽ നോക്കിയാലും ഈ അവകാശവാദം പൊള്ളയാണ്. ഇക്കാര്യത്തിൽ നീ ആളുകളെ വഞ്ചിക്കുന്നത് പോലെ തോന്നുന്നു. പരീശന്മാർ പൊതുവെ നിന്നെ ഒരു വഞ്ചകനായിട്ടാണ് കരുതിപ്പോരുന്നത്. എന്നാൽ നിന്റെ ഉപദേശങ്ങളിൽ കുറെ വാസ്തവം ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്തെന്നാൽ ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾ ആർക്കും സാധ്യമല്ല. നീ പ്രസംഗിക്കുന്ന ഈ രാജ്യം ഏതുവിധം, എപ്പോൾ, എവിടെ നിന്ന്, എങ്ങനെ സ്ഥാപിക്കപ്പെടും എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരണം ലഭിക്കുന്നതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് യേശു ദൈവരാജ്യത്തെ സംബന്ധിച്ച സമഗ്ര ജ്ഞാനത്തിന് വേണ്ടിയുള്ള നിന്റെ അഭ്യർത്ഥനയ്ക്ക് തൃപ്തികരമായ മറുപടി നൽകുക ഇപ്പോൾ അസാധ്യമാണ്. അതിനെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായ അറിവില്ല എന്നല്ല, ഞാൻ പൂർണ്ണമായി വിശദീകരിക്കുന്ന പക്ഷം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്കത് ഉൾക്കൊള്ളുവാനോ വിലമതിക്കാനോ കഴിയുകയില്ല. മേലിൽ നിന്ന് ഉൽപ്പാദിതനാകാത്ത പക്ഷം ദൈവരാജ്യം കാണുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. കാണുക എന്നതിന്റെ ഗ്രീക്ക് മൂലമായ ഐഡോൺ എന്ന പദത്തിന് അറിയുക, ബന്ധപ്പെടുക എന്നാണ് അർത്ഥം. എന്റെ ശിഷ്യന്മാർക്ക് പോലും അവർ പ്രഘോഷിക്കുന്ന രാജ്യത്തിന്റെ സ്വഭാവത്തെ പറ്റി ഇപ്പോഴും വളരെ അവ്യക്തമായ ആശയങ്ങളേ ഉള്ളൂ. എനിക്ക് നിന്നോട് പറയാൻ കഴിയാത്ത അതേ കാരണം കൊണ്ട് തന്നെ അവരോട് ഞാൻ പറയുന്നില്ല. അതേ കാരണം കൊണ്ട് തന്നെ അവർക്കും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിക്കോദെമസേ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള ഒരു പ്രത്യേകത കൂടുതലായ വെളിച്ചം നൽകപ്പെടുന്നതിന് മുമ്പേ തന്നെ നൽകപ്പെട്ടിരിക്കുന്ന വെളിച്ചത്തോട് അനുസരണം കാണിപ്പാൻ അവൻ ആവശ്യപ്പെടുന്നു എന്നതാണ്. ദൈവരാജ്യത്തിൽ പങ്കാളികളാകാൻ യോഗ്യരായി എണ്ണപ്പെടുന്നവരിൽ വിശ്വാസം പ്രകടമാകേണ്ടതാണ്. ദൈവം നയിക്കുന്ന പാതയിൽ പടിപടിയായി മുന്നോട്ട് സഞ്ചരിക്കാൻ അവർ സന്നദ്ധരായിരിക്കണം. പലപ്പോഴും തൊട്ടടുത്ത് മുമ്പിലുള്ള ഒരു ചുവട് മാത്രമേ തെളിഞ്ഞു കാണൂ. അവർ കാഴ്ച പ്രകാരമല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്. എന്നാൽ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരുവൻ വയോധികനാകുമ്പോൾ ഉൽപ്പാദിതനാകാൻ എങ്ങനെ കഴിയും? രണ്ടാമത് മാതൃഗർഭത്തിൽ പ്രവേശിക്കുകയും പിറക്കുകയും ചെയ്യാൻ കഴിയുമോ? അഥവാ സ്നാപകനായ യോഹന്നാൻ പ്രസംഗിച്ചതും ജലസ്നാനം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയതുമായ മാനസാന്തരം ഏതെങ്കിലും വിധേന ഒരു ലക്ഷ്യാർത്ഥ ജനനമാണെന്നാണോ വിവക്ഷിക്കുന്നത്? അപ്രകാരം നിന്റെ ശിഷ്യന്മാർ പ്രസംഗിക്കുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. നീ പ്രസ്താവിക്കുന്ന രാജ്യം കാണുകയോ അതിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നവർക്ക് ആവശ്യമായ പുതിയ ജനനം ഇതോ? യേശു:
നമ്മുടെ ജനത ഉഭയസമ്മതം ചെയ്തിട്ടുള്ള ഒരു സമർപ്പിത ജനതയാണ്. അവരെല്ലാം മിസ്രയീമിനോട് വിടവാങ്ങിയപ്പോൾ സമുദ്രത്തിലും മേഘത്തിലും മോശയിലേക്ക് സ്നാനപ്പെട്ടു. സീനായിൽ വെച്ച് മോശ എന്ന ഉടമ്പടിയുടെ മധ്യസ്ഥനിൽ ദൈവം അവരെ കൈക്കൊണ്ടു. എന്നാൽ അവർ തങ്ങളുടെ ഉടമ്പടി വിസ്മരിച്ചിരിക്കുന്നു. ചിലർ പരസ്യമായി ചുങ്കക്കാരെയും പാപികളെയും പോലെ ജീവിക്കുന്നു. മറ്റനേകരും സ്വയം നീതീകരിക്കുന്ന കപടഭക്തിക്കാരാണ്. അതുകൊണ്ട് യോഹന്നാന്റെയും എന്റെ ശിഷ്യന്മാരുടെയും പ്രസംഗ വിഷയം മാനസാന്തരമാണ്. ദൈവത്തിങ്കിലേക്ക് ചെയ്ത ഉടമ്പടിയെ സംബന്ധിച്ച ആദരവിലേക്കുള്ള മടങ്ങിവരവ് തന്നെ. പുതിയ ജന്മമല്ല. ഈ മാനസാന്തരവും ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടാകേണ്ട നവീകരണമാണ് യോഹന്നാൻ നടത്തിയ സ്നാനത്തിന്റെ അർത്ഥം. എന്നാൽ ഇതിലുപരിയായ ഒന്നുകൊണ്ടല്ലാതെ നീ ഒരിക്കലും ദൈവരാജ്യം കാണുകയില്ല. യോഹന്നാന്റെ സ്നാനം സാദൃശ്യപ്പെടുത്തിയ നവീകരണത്തിനുപരി ആത്മാവിലുള്ള ഒരു ഉത്പാദനവും ജനനവും ഉണ്ടാകുന്നില്ലെങ്കിൽ നിനക്ക് എന്റെ രാജ്യം കാണുവാൻ കഴിയുകയില്ല. മാനസാന്തരം നീതീകരണത്തിന്റെ ഒരവസ്ഥയിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരും. ആ അവസ്ഥയിൽ മോശയുടെ പൊരുളായ മിശിഹയായി എന്നെ മനസ്സിലാക്കുവാൻ നിനക്ക് അനായാസം സാധിക്കും. അങ്ങനെ എനിക്ക് നിന്നെ സമർപ്പിക്കുമ്പോൾ ഒരു പുതിയ ജീവനും ദിവ്യ പ്രകൃതിക്കുമായി നിനക്ക് പിതാവിൽ നിന്നുള്ള ഉത്പാദനം ലഭിക്കും. അത് വളർന്ന് ചൈതന്യവത്താകുന്ന പക്ഷം അത് ഒന്നാം പുനരുദ്ധാനത്തിൽ ഒരു പുതിയ സൃഷ്ടിയും ആത്മീയ ജീവിയുമായി നീ ജീവിക്കുമെന്നതിന് ഉറപ്പാകും. ആ നിലയിൽ നീ കാണുക മാത്രമല്ല, രാജ്യത്തിന് പങ്കാളിയാവുകയും ചെയ്യും. നിക്കോദെമോസേ, ആത്മാവിനാലുള്ള ഈ പുതിയ ജന്മം സൃഷ്ടിക്കുന്ന മാറ്റം വാസ്തവമായും വലിയത് തന്നെ. എന്തെന്നാൽ ജഡത്താൽ ജനിച്ച് ജഡവും ആത്മാവിനാൽ ജനിച്ച് ആത്മാവുമാകുന്നു. അന്യമിത്വത്തിന്റെ അന്വേഷണ വിഷയമായ വസ്തുതകൾ ഗ്രഹിക്കുകയും അറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യാൻ കഴിയും മുമ്പ് മേലിൽ നിന്നുള്ള ഉൽപാദനം ലഭിക്കണമെന്ന എന്റെ ആദ്യത്തെ പ്രസ്താവത്തിൽ നിനക്ക് വിസ്മയം തോന്നേണ്ടതില്ല. നീ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ നീ ആശ്ചര്യപ്പെടരുത്. ജഡത്തിൽ നിന്ന് ജനിച്ച നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ആത്മാവിൽ നിന്ന് ജനിക്കുകയും ഞാൻ പ്രസംഗിക്കുന്ന രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവരുടെ അവസ്ഥയും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ആത്മാവിൽ നിന്ന് ജനിക്കുകയും ഞാൻ പ്രസംഗിക്കുന്ന രാജ്യമായി തീരുകയും ചെയ്യുന്നവരെ പറ്റി ഒരു ഏകദേശ ധാരണയ്ക്ക് ഉപകരിക്കുന്ന ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. എന്നാൽ അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും പറയുവാൻ നിനക്ക് കഴിയുകയില്ല. ആത്മാവിനാൽ ജനിച്ച ഏവനും ഔവണ്ണമാകുന്നു. കാറ്റ് അങ്ങുമിങ്ങും വീശുമ്പോൾ നിനക്ക് ചുറ്റും അതിന്റെ സ്വാധീന വലയം അനുഭവപ്പെടുമെങ്കിലും അത് നിനക്ക് ദൃശ്യമല്ല. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടെ പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. പുനരുദ്ധാനത്തിൽ ആത്മാവിനാൽ ജനിച്ചവരുടെ അവസ്ഥ വിശദമാക്കാൻ എന്റെ ഭാവനയിൽ തെളിയുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചു പോരുന്ന രാജ്യത്തിൽ അവർ പ്രവേശിക്കുകയോ ആ രാജ്യം തന്നെ ആയിത്തീരുകയോ ചെയ്യും. അവരെല്ലാവരും കാറ്റുപോലെ അദൃശ്യരായിരിക്കും. അവർ എവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആത്മാവിനാൽ ജനിക്കാത്തവർ അറിയുകയില്ല. നിക്കോദെമോസ്, ഇതെങ്ങനെ സാധിക്കും? അദൃശ്യ ജീവികൾ യേശു നീ ഇസ്രായേലിയർക്കിടയിൽ ഒരു ഉപദേഷ്ടാവായിരിക്കുകയും ആത്മജീവികൾ സന്നിഹിതരായിരിക്കെ തന്നെ അദൃശ്യരായിരിക്കാമെന്ന വസ്തുതയെപ്പറ്റി അജ്ഞനായിരിക്കുകയും ചെയ്യുകയോ? അന്യരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന നീ എലീസയെയും അവന്റെ വൃത്തിനെയും കുറിച്ച് അല്ലെങ്കിൽ ബെലിയാമിന്റെ കഴുതകളെ പറ്റി കേട്ടിട്ടില്ലേ? ആത്മജീവികൾക്ക് മനുഷ്യർക്കിടയിൽ സന്നിഹിതരായിരിക്കെ തന്നെ അദൃശ്യരായിരിക്കാമെന്ന വസ്തുത ഉദാഹരിക്കുന്ന തിരുവെഴുത്തുകളുടെ നിരവധി സംഭവങ്ങളെപ്പറ്റി വായിച്ചിട്ടില്ലേ? കൂടാതെ നീ ദൂതന്മാർ ആത്മജീവികളാണെന്ന് പരമ്പരയായി വിശ്വസിച്ചു പോരുന്ന പരീക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ടവനാണല്ലോ. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ വസ്തുതയ്ക്ക് ഇത് തെളിവാണ്. മനുഷ്യൻ മേലിൽ നിന്ന് ഉൽപ്പാദിതനാകാത്ത പക്ഷം ദൈവരാജ്യവും അതിനോട് ബന്ധപ്പെട്ട നാനാ വസ്തുതകളും കാണുവാൻ അവന് കഴിയുകയില്ല. എവിടെ കാണുക എന്നതിന് അറിയുക, പരിചിതമാകുക, യുക്തിയുക്തമെന്ന് മനസ്സിലാക്കുക എന്നർത്ഥം. ഞാൻ പ്രസ്താവിക്കുന്ന രാജ്യത്തിൽ പ്രവേശനം ലഭിക്കുകയും എന്നോടൊപ്പം അതിൽ കൂട്ടവാസിയാകുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷം നീ വെളിച്ചത്തെ പ്രതിപദം പിന്തുടരണം. നീ അങ്ങനെ ചെയ്യുമ്പോൾ
വെളിച്ചം കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ ഗതിവേഗം നിന്റെ സന്നദ്ധതയെ ആശ്രയിച്ചിരിക്കും. നിനക്ക് ഗ്രഹിക്കാൻ കഴിയുമാറ് കാലോചിതമായ ഈ വിഷയം ഞാൻ പ്രസിദ്ധപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. ദൈവത്തിങ്കൽ നിന്ന് വന്ന ഒരു ഉപദേഷ്ടാവായി എന്നെ നീ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീ നിന്റെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയോ പരസ്യമായി എന്റെ ശിക്ഷപദം സ്വീകരിച്ച് എന്റെ അനുയായി ആകുകയോ ചെയ്തിട്ടില്ല. നീ കണ്ടിടത്തോളം പ്രവൃത്തിപഥത്തിലാക്കാത്ത കാലത്തോളം കൂടുതൽ കാണാമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നിനക്ക് കൂടുതലായ വെളിച്ചം നൽകുകയും അടുത്ത ചുവടുവെപ്പിനുള്ള വഴി തെളിക്കുകയും ചെയ്യും. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും ഞങ്ങൾ കണ്ടിട്ടുള്ളത് സാക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പരീശന്മാർ ഞങ്ങളുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നില്ല. ഞാൻ ഭൗമിക കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ നീ എങ്ങനെ വിശ്വസിക്കും? സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് നിന്നോട് പറവാൻ തുനിയത് നിഷ്പ്രയോജനമായിരിക്കും. എന്തെന്നാൽ നിനക്കത് വിശ്വാസയോഗ്യമാകുകയില്ല. എന്റെ ഉപദേശം കൂടുതൽ ഭോഷത്വമായി നിനക്ക് തോന്നുകയും ചെയ്യും. ഭൗമിക സ്വഭാവമുള്ളതും ഭൗമിക വസ്തുക്കൾ കൊണ്ട് ഉദാഹരിച്ചതും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും ഉൾക്കൊണ്ടിട്ടുള്ളതുമായ എന്റെ ഉപദേശങ്ങൾ പരസ്യമായി എന്റെ ശിഷ്യനും അനുയായമായി തീരാൻ പ്രേരകമാവുമാറ് മതിയായ മനോബോധ്യത്തിന് ഉതകിയിട്ടില്ലെങ്കിൽ നിനക്ക് തികച്ചും അജ്ഞാതമായ സ്വർഗീയ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയുന്ന പക്ഷം അത് ഒട്ടും തന്നെ വിശ്വസനീയമാകുകയില്ല. എന്നാൽ ഒരു മനുഷ്യനും ഒരിക്കലും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യനും എന്റെ സാക്ഷ്യം സ്ഥിരീകരിക്കാൻ കഴിയുകയില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള എനിക്ക് മാത്രമേ സ്വർഗീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ ഒഴികെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആത്മാവിനാലുള്ള ഉൽപാദനത്തിന് ശേഷമേ സ്വർഗീയ വിഷയങ്ങളെ സംബന്ധിച്ച ജ്ഞാനം പ്രാപിക്കാൻ കഴിയൂ. സ്വർഗീയ വസ്തുക്കൾ തന്നെയാകാൻ കഴിയുന്നതാകട്ടെ ആത്മാവിനാൽ ജനിക്കുകയും ആത്മജീവികളെ തീരുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. വളച്ചൊടിക്കപ്പെട്ട വീക്ഷണമല്ലാതെ രാജ്യത്തിന്റെ ഭൗമിക വസ്തു സംബന്ധിച്ച യാഥാർത്ഥ്യം കാണുവാൻ തങ്ങളുടെ മുൻവിധിയും തങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസവും വിഘാതമായി തീർന്നവരോട് അതിന്റെ വാസ്തവ സ്വഭാവം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നതിൽ നമ്മുടെ കർത്താവിന് ക്ഷമയും സാവധാനതയും ആവശ്യമായി തീർന്നു. എങ്ങനെയായാലും മിശിഹായുടെ രാജ്യത്തിൽ പങ്കാളികളാകാൻ അർഹരായ ഒരു ഗണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർബാധം തുടർന്നു. എങ്കിലും ഇസ്രായേലിൽ നിന്ന് ചുരുക്കം പേർ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള അവസരം 7 വർഷത്തേക്ക് അവർക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിരുന്നു. ദൈവം മുന്നറിഞ്ഞിരുന്ന പ്രകാരം അവരുടെ ഒരുക്കമില്ലായ്മ കൊണ്ടും രാജ്യത്തിന്റെ വ്യവസ്ഥകൾ അറിഞ്ഞനുസരിക്കുന്നതിൽ അവർക്ക് നേരിട്ട പരാജയം മൂലവും മിശിഹായുടെ രാജ്യത്തിൽ പങ്കാളികളാകാനുള്ള അവകാശം ഒരു ശേഷിപ്പിനൊഴികെ ഒരു ജനത എന്ന നിലയിൽ അവർക്ക് നഷ്ടപ്പെടുകയും അത് ജാതികൾക്ക് കൈവരികയും ചെയ്തു. അവരിൽ നിന്നുകൂടെ അവന്റെ നാമത്തിന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ തന്നെ ഇവർക്കിടയിലും ഒരു ശേഷിപ്പ് അഥവാ ചെറിയ ആട്ടിൻകൂട്ടം മാത്രമാണ് ഈ പദവി വിലമതിക്കുന്നതും അവന്റെ രാജ്യത്തിനും മഹത്വത്തിലും കൂട്ടാവകാശികളാകാൻ യോഗ്യരായി എണ്ണപ്പെടുന്നതും. നാമധേയ ക്രൈസ്തവ സഭയിൽ കടന്നുകൂടിയിട്ടുള്ള ദുരുപദേശം വളരെയേറെ അപകടകാരിയാണ്. ഇന്നത്തെ നിലയിൽ കാണപ്പെടുന്ന നാം മാത്ര സഭയാണ് ഈ ദൈവരാജ്യമെന്ന് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അതിന് നിർവഹിക്കാനുള്ള വേല വിശ്വാസികളുടെ ഹൃദയത്തിൽ നടക്കുന്ന കൃപയുടെ വെറുമൊരു വ്യാപാരം മാത്രമാണെന്നും അത് പഠിപ്പിക്കുന്നു. നാമധേയ ക്രൈസ്തവ സഭയ്ക്ക് ഏതൽക്കാലത്ത് കൈവന്നിരിക്കുന്ന ലോകവുമായുള്ള അവിഹിതപേക്ഷയും കൂട്ടുവാഴ്ചയുമാണ് ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ ഭരണമെന്ന് അനേകരും വിശ്വസിക്കത്തക്ക വിധം ഈ അബദ്ധോപദേശം ഉച്ചകോടിയിലെത്തിയിരിക്കുന്നു. സഭ ഇപ്പോൾ ദൈവത്തിന്റെ രാജ്യമാണെന്നും വിശ്വാസികളുടെ ഇടയിൽ കൃപയുടെ ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുമുള്ളത് ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ ഇതുകൊണ്ട് എല്ലാം ആയെന്ന് ധരിക്കുകയും ആകാശത്തിന് കീഴെങ്ങും സ്ഥാപിക്കപ്പെടാനിരിക്കുന്നതും ദൈവേഷ്ട സ്വർഗത്തിലെന്ന വണ്ണം നിർവഹിക്കാനുള്ളതുമായ ഒരു യഥാർത്ഥ ഭാവി രാജ്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പ്രസ്താവിച്ചിരിക്കുന്ന അതിശക്തവും കുറിക്കുകൊള്ളുന്നതുമായ വാക്തത്വങ്ങളെ വ്യർത്ഥവും അർത്ഥശൂന്യവുമാക്കിയാണ്. ഈ വാക്തത്വങ്ങളാകട്ടെ നമ്മുടെ പ്രോത്സാഹനത്തിനുതകുന്നതും ലോകത്തെ ജയിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതുമാണ്. നമ്മുടെ കർത്താവിന്റെ ഉപമകളിൽ സഭയെപ്പറ്റി രാജ്യമെന്ന്
കൂടെ കൂടെ പറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മെ ഇരുളിന്റെ രാജ്യത്തിൽ നിന്ന് തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിനെ ഭരണം നടക്കുന്ന രാജ്യമെന്ന് അതിനെപ്പറ്റി അപ്പോസ്തലൻ പറയുന്നു. ഇപ്പോൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന നാം ആധിപത്യത്തിനുള്ള അവകാശം അവൻ വിലക്കിക്കൊണ്ടു എന്ന് അംഗീകരിക്കുകയും അവനത് ബലേനെ ഭൂമിയിൽ സ്ഥാപിക്കും മുമ്പ് തന്നെ മനഃപൂർവ്വവും കൃതജ്ഞതാ പുരസ്സരവുമായ അനുസരണം അവന് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. അവൻ നടപ്പിലാക്കുവാനിരിക്കുന്ന നീതിയുക്തമായ നിയമങ്ങളും ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവായ അപഹാരി അധികാരത്തിലിരിക്കുന്ന ഇരുളിന്റെ രാജ്യവും തമ്മിലുള്ള അന്തരം നാം തിരിച്ചറിയുന്നു. എപ്രകാരം ദൈവത്തിന്റെ വാക്തത്വങ്ങളിലുള്ള വിശ്വാസം നമ്മുടെ യജമാന ഭക്തിയിൽ മാറ്റം വരുത്തുകയും പുതിയ യജമാനന്റെ പ്രജകളായും അധികാരത്തിലും വലിയ മഹത്വത്തിലും സ്ഥാപിക്കപ്പെടാനിരിക്കുന്ന രാജ്യത്തിൽ അവന്റെ കൃപയാൽ അവന്റെ കൂട്ടാവകാശികളായും നാം നമ്മെ തന്നെ എണ്ണുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ രാജ്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും സങ്കീർത്തനം 72:8 ആയിരിക്കുമെന്നും സകല ജനതകളും അവനെ സേവിച്ചനുസരിക്കുമെന്നും സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുമെന്നുമുള്ള വാക്തത്വങ്ങളെ ഈ വസ്തുത ഒരിക്കലും ദുർബലപ്പെടുത്തുന്നില്ല. ദാനിയേൽ 7:27, ഫിലിപ്പിയർ 2:10. മറിച്ച് ഇപ്പോൾ നടക്കുന്ന ചെറിയ ആട്ടിൻകൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് ആ വാക്തത്വങ്ങളെ സ്ഥിരീകരിക്കുന്നതേയുള്ളൂ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമകൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുമ്പോൾ ദൈവരാജ്യം അധികാരത്തിൽ പ്രതിഷ്ഠിതമാകുന്നത് ഭാവി സംഭവമാണെന്ന് ഇവ വ്യക്തമായി പഠിപ്പിക്കുന്നുവെന്ന് കാണാം. സ്വാഭാവികമായും അത് രാജാവിന്റെ വരവിന് മുമ്പാകുകയില്ല. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണ്ടതിന് ദൂരദേശത്തേക്ക് പോകുന്ന കുലീന യുവാവിനെ സംബന്ധിച്ച ഉപമയും മറ്റും ലൂക്ക 19:11 മുതൽ 15 വരെ. ക്രിസ്തുവിന്റെ തിരിച്ചു വരവിലാണ് രാജ്യസ്ഥാപനമെന്ന് വ്യക്തമായ കാലനിർണയം ചെയ്യുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ഞാൻ നിനക്ക് ജീവന്റെ കിരീടം നൽകും. വെളിപാട് 2:10 എന്നതാണ് ദീർഘവർഷങ്ങൾക്ക് ശേഷം കർത്താവ് സഭയ്ക്ക് നൽകിയ ദൂത്. അവന്റെ സഹഭരണകർത്താക്കളായിരിക്കേണ്ടവർ ഈ ആയുസ്സിലല്ല കിരീടധാരണം ചെയ്യപ്പെടുകയും വാഴുകയും ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ട് സഭ ഇന്നത്തെ നിലയിൽ ശക്തിയിലും മഹത്വത്തിലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യമല്ല. ഇപ്പോൾ സഭ അതിന്റെ അങ്കുരാവസ്ഥയിലാണ്. ഇതിനെ സംബന്ധിച്ച് എല്ലാ പുതിയ നിയമ പ്രസ്താവങ്ങളും വാസ്തവമായും ഇതാണ് പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യം ഇപ്പോൾ ലോകത്തിൽ നിന്നുള്ള ബലാത്കാരത്തിന് വിധേയമാകുന്നു. അതിന്റെ രാജാവ് അപമര്യാദയ്ക്ക് പാത്രമാകുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു. അവന്റെ അനുയായികളെല്ലാം ഏതെങ്കിലും രൂപത്തിൽ പീഡനവും ബലാത്കാരവും നേരിടേണ്ടി വരും. ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത് നാമധേയ സഭയെ സംബന്ധിച്ചല്ല, സത്യസഭയെ സംബന്ധിച്ച് മാത്രമാണെന്ന വസ്തുത വിസ്മരിക്കരുത്. ഇപ്പോൾ നാം അങ്കുരാവസ്ഥയിലുള്ള സഭ ക്രിസ്തുവിനോടുകൂടി കഷ്ടം അനുഭവിക്കുന്ന പക്ഷം അവൻ തന്റെ വലിയ ശക്തി ധരിച്ച് വാഴുമ്പോൾ നാമും യഥാകാലം മാതൃകാരം പ്രാപിച്ച് അവനോടുകൂടെ വാഴും എന്ന് വാക്തത്വം ചെയ്യപ്പെട്ടിരിക്കുന്നു. ലൗകികമായ മാനദണ്ഡമനുസരിച്ച് ദരിദ്രരും നിന്ദിതരുമായവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ വാഴുന്നതിനല്ല, ഭാവിയിൽ അവൻ വാക്തത്വം ചെയ്തിരിക്കുന്ന രാജ്യത്തിന്റെ അവകാശികളാകാൻ വേണ്ടിയാണ് എന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതിന് അനുസരമായി യാക്കോബും പറയുന്നു. യാക്കോബ് 2:5. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര ശ്രമകരമെന്ന് മർക്കോസ് 10:23 കർത്താവ് പറയുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് നാമധേയ സഭയെ അല്ല എന്നത് വ്യക്തമാണ്. അത് ഇപ്പോൾ ലോകത്തോട് ചേർന്ന് ഭരണം പങ്കിടുകയാണ്. എന്നാൽ സമ്പന്നർ അതിലേക്ക് തള്ളിക്കയറുകയാണ്. ക്ഷമാശീലരും സ്ഥിരോത്സാഹികളും സുചരിതരും വിശ്വാസത്തിൽ സമ്പന്നരുമായിരിക്കാൻ പത്രോസ് രാജ്യത്തിന്റെ അവകാശികളെ ഉദ്ബോധിപ്പിക്കുന്നു. അവൻ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. 2 പത്രോസ് 1:10-11. റോമർ 14:17 പൗലോസ് രാജ്യത്തെ പറ്റി പറയുന്നത് ആലങ്കാരികമായിട്ടാണ് എന്ന് ചിലർ സങ്കല്പിക്കുന്നു. എന്നാൽ സന്ദർഭത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ആ വേദഭാഗം താഴെ കൊടുക്കുന്ന അർത്ഥത്തിൽ മാത്രമാണെന്ന് വ്യക്തമാകും. സഹോദരന്മാരെ, ഇപ്പോൾ ദൈവത്തിന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ട നമുക്ക് ആകാരാദി കാര്യങ്ങളിൽ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. ന്യായപ്രമാണത്തിൽ യഹൂദരെന്ന നിലയിൽ അവ നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. വാക്യം 14. എന്നാൽ ഇനിയും ഇത് ഗ്രഹിച്ചിട്ടില്ലാത്ത സഹോദരന്മാർ ഇടറാനും മനസാക്ഷി ലംഘിക്കാനും
അത് കാരണമാകുന്നുവെങ്കിൽ ഈ സ്വാതന്ത്ര്യം വർദ്ധിക്കുകയാണ് ആശ്വാസ്യം. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ സഹോദരനെ ആകാരം സംബന്ധിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട് നാം നശിപ്പിച്ചുകൂടാ. എന്നാൽ ഇപ്പോഴും ഭാവിയിലും രാജ്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അവകാശപ്പെട്ട പദവികൾ ഭക്ഷണകാര്യത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ മഹത്തരമായ അനുഗ്രഹങ്ങളിൽ അധിഷ്ഠിതമാണ്. അതായത് സദാചാര സ്വാതന്ത്ര്യം, ക്രിസ്തുമുഖന ദൈവമായുള്ള സമാധാനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പങ്കാളികളാകുന്നതിനുള്ള ആനന്ദം, ഇവ ഉൾപ്പെട്ടതാണ് ഈ അനുഗ്രഹങ്ങൾ. സഹോദരന്റെ ഗുണത്തിന് വേണ്ടി താൽക്കാലികമായ ഭക്ഷണം സംബന്ധിച്ച് ഈ അപ്രധാന സ്വാതന്ത്ര്യം സന്തോഷം ബലികഴിക്കത്തക്ക വിധം രാജ്യം മൂലമുള്ള ഈ സനാതന സ്വാതന്ത്ര്യങ്ങൾ മഹത്തരമാണ്. തിരുവഴുത്തിലെ ഏത് സ്ഥാനത്തുനിന്ന് വീക്ഷിച്ചാലും രാജ്യം സംബന്ധിച്ച വാക്തത്വങ്ങൾ വാസ്തവാഭാസമായ കെട്ടുകഥകളാണെന്നോ അഥവാ നിലവിലുള്ള അവസ്ഥാവിശേഷങ്ങളിൽ ഈ വാക്തത്വങ്ങളുടെ നിവർത്തി ദർശിക്കാമെന്നോ ഉള്ള വാദഗതികൾ ഖണ്ഡിക്കപ്പെടുന്നു. രാജ്യത്തോട് ബന്ധപ്പെട്ട ഭാവി ബഹുമതിയെയും ഗുരുവിനോടൊപ്പമുള്ള കൂട്ടാവകാശത്തെയും പറ്റി നൽകപ്പെട്ട വാക്തത്വങ്ങൾ ഈ ആയുസ്സിലെ പരീക്ഷകളിലും പീഡാനുഭവങ്ങളിലും പതറാതെ വിശ്വസ്തരായിരിക്കാൻ ആദിമസഭയ്ക്ക് വ്യക്തമായ പ്രചോദനമായിരുന്നു. ഈ തിക്താനുഭവങ്ങൾ അപ്രതീക്ഷിതമായിരുന്നില്ല, അവ മുന്നറിയിക്കപ്പെട്ടിരുന്നു. വെളിപാടിൽ 7 സഭകൾക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും വാക്കുകളിൽ വെച്ച് ശക്തി കൊണ്ടും വ്യക്തത കൊണ്ടും ഏറ്റവും ശോഭനമായതാണ്: ജയിക്കുന്നതിന് ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവരുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും എന്ന വചനങ്ങളാണ്. ഇപ്പോൾ ഹൃദയത്തിൽ നടക്കുന്ന കൃപയുടെ ഏതോ വ്യാപാരത്തെയോ ഈ ആയുസ്സിൽ ജാതികളുടെ മേൽ കൈവരുന്ന ഒരു രാജവാഴ്ചയോ കുറിക്കുന്നതായി ഒരു വിധത്തിലും തെറ്റിദ്ധരിക്കാവുന്നതല്ല ഈ വാഗ്ദത്തങ്ങൾ. എന്നാൽ ജേതാക്കളാകുന്നവർ വിജയത്തിന് കൊടുക്കേണ്ടി വരുന്ന വില ജീവാർപ്പണത്തിൽ പര്യവസാനിക്കുന്ന സേവനമാണ്. അങ്ങനെയാവണോ അവർ രാജകീയ ബഹുമതികൾക്ക് ഉടമകളാകുക. വെളിപാട് 20:6. എന്നാൽ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുന്നതിൽ അതീവ തൽപരവും ബഹുമതിയും അധികാരവും കൈയടക്കുന്നതിന് സദസന്നദ്ധവുമാണ് മനുഷ്യപ്രകൃതി. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ നാളിൽ തന്നെ ഭാവിയിൽ കൈവരേണ്ട ബഹുമതിയെയും അധികാരത്തെയും പറ്റിയുള്ള വാഗ്ദത്തങ്ങൾ വർത്തമാന ജീവിതത്തോട് ബന്ധിപ്പിക്കാനുള്ള പ്രവണത സഭയിൽ ചിലർ പുലർത്തുകയും ലോകം സഭയെ മാനിക്കുകയും അനുസരിക്കുക പോലും ചെയ്യുന്നതിനുള്ള തക്ക കാലമായി കഴിഞ്ഞു എന്ന് വിചാരിച്ച് എന്ന പോലെ പെരുമാറാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ആശയങ്ങൾ അഹന്ത ജനിപ്പിക്കുകയും ബലിയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യുക വഴി സഭയ്ക്ക് വിനാശകാരിയാകുമെന്നറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരുത്തുന്നതിനായി അപ്പോസ്തലനായ പൗലോസ് നിന്നാസ്തുതിയായി ഇങ്ങനെ എഴുതുന്നു: ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. പിന്നീട് അവൻ സഗൗരവം ഇങ്ങനെ തുടരുന്നു: നിങ്ങളോടുകൂടെ പീഡ അനുഭവിക്കുന്ന അപ്പോസ്തലന്മാരായ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളാമായിരുന്നു. 1 കൊരിന്ത്യർ 4:8. തങ്ങളുടെ ക്രിസ്ത്യാനിത്വം ആവുന്നതും സ്ഥാനമാനങ്ങൾക്ക് ഉപാധിയാക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിൽ അഭിമാനം കൊള്ളുകയാണ് അവർ ചെയ്തത്. കർത്താവിന്റെ അനുയായികൾ എന്ന നിലയിൽ അവർ വിശ്വസ്ത പാലിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇപ്രകാരം ഒരു അവസ്ഥ കൈവരുമായിരുന്നില്ല എന്ന് അപ്പോസ്തലൻ നന്നായി മനസ്സിലാക്കിയിരുന്നു. ചിരപ്രതീക്ഷിതമായ ആ വാഴ്ച യഥാർത്ഥത്തിൽ ആരംഭിച്ചിരുന്നെങ്കിൽ അക്കാര്യത്തിൽ അവൻ അവരെക്കാൾ തെല്ലും പിന്നിലായിരിക്കുമായിരുന്നില്ലെന്നും വിശ്വസ്ത നിമിത്തം സത്യത്തിന്റെ പേരിൽ അവൻ അപ്പോഴും പീഡനം സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ വസ്തുതയിൽ നിന്ന് അവരുടെ വാഴ്ച അനവസരത്തിലുള്ളതും മാതൃകാരണമല്ല കെണിയുമാണെന്നും തെളിയുന്നതായും അവൻ അവരെ ഓർമ്മിപ്പിച്ചു. പിന്നീട് നിന്നാസ്തുതി രൂപേണ അവൻ വീണ്ടും പറയുന്നു: അപ്പോസ്തലന്മാരും വിശ്വസ്തദാസന്മാരുമായ ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. നിങ്ങളെ കേവലം നാണിപ്പിപ്പാനല്ല ഞാൻ ഇക്കാര്യങ്ങൾ എഴുതുന്നത്, നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരിക എന്ന
ഉത്കൃഷ്ടമായ ഒരു ലക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ തൽക്കാലത്തെ അധികാരത്തിലേക്കുള്ള പാത വരുവാനുള്ള തേജസ്സിലേക്കും മഹത്വത്തിലേക്കും അല്ല നയിക്കുന്നത്, മറിച്ച് തേജസ്സിലേക്കും മാനത്തിലേക്കും അമർത്യതയിലേക്കും രാജ്യത്തിലുള്ള കൂട്ടാവകാശത്തിലേക്കുമുള്ള ഇടുങ്ങിയ പാത വർത്തമാന ജീവിതത്തിലെ പീഡാനുഭവങ്ങളും ആത്മത്യാഗവുമാണ്. അതുകൊണ്ട് എന്റെ അനുകാരികളാകാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയെ പ്രിയപ്പെടുന്ന ഏവർക്കും എന്നോടുകൂടെ കൊടുക്കുവാനിരിക്കുന്ന ജീവ കിരീടത്തിന് നിങ്ങളും പങ്കാളികളാകേണ്ടതിന് ഇപ്പോൾ കഷ്ടത സഹിക്കുകയും സഹാരം കേൾക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുകൊള്ളുവിൻ. 1 കൊരിന്ത്യർ 4:10-17 വരെ, 2 തിമോത്തി 4:8. എന്നാൽ സഭ അതിന്റെ ശൈശവ ദശയിൽ വളരെയേറെ പീഡിപ്പിക്കപ്പെടുകയും വിശ്വസ്തതയ്ക്ക് ഭംഗം വരാതെ പിടിച്ചു നിൽക്കുകയും ചെയ്ത ശേഷം കർത്താവിന്റെ 2ാം വരവിന് മുമ്പായി തന്നെ ലോകത്തെ കീഴടക്കുകയും സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിച്ച് ജാതികളെ ഭരിക്കുകയുമാണ് അവളുടെ ദൗത്യമെന്ന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇത് ലോകസാധാരണമായ സ്വഭാവത്തിലുള്ള ഗൂഢാലോചനകൾക്കും പ്രതാപങ്ങൾക്കും അധികാര പ്രവണതയ്ക്കും ദാടിമോടികൾക്കും ആഡംബരജടിലമായ അനുഷ്ഠാനങ്ങൾക്കും വിത്തുവാങ്ങി. ഈ കോലാഹലങ്ങളെല്ലാം സഭയുടെ നേർക്ക് ലോകത്തിന് മതിപ്പും ഭയഭക്തിയും ഉളവാക്കാനും അതിനെ സ്വന്തം ചെൽപ്പടിയിൽ കൊണ്ടുവരുവാനുമായിരുന്നു. ഭൂമിയിൽ അധികാരത്തിലിരിക്കുന്ന ദൈവരാജ്യം എന്ന നിലയിൽ പാപ്പ മതതന്ത്രത്തിന്റെ നിയമങ്ങളെയും അധികാരികളെയും ആദരിക്കാനും അനുസരിപ്പാനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാധ്യതയുണ്ടെന്ന അതിന്റെ അവകാശവാദത്തിനും മേൽപ്പറഞ്ഞ വിശ്വാസത്യാഗം പടിപടിയായി കളമൊരുക്കി. വ്യാജമായ ഈ അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പാപ്പ മതം ഒരു കാലത്തോളം യൂറോപ്പിൽ രാജാക്കന്മാരെ വാഴിക്കുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു പോന്നു. ഈ അധികാരം ഇന്നും അതിനുള്ളതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കാനുള്ള ശേഷി ഇന്ന് അതിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ അവകാശവാദം വഴി മറ്റുള്ളവരെ എന്ന പോലെ അവർ തങ്ങളെ തന്നെ വഞ്ചിച്ചതായി തോന്നുന്നു. ഇതേ ആശയം പാപ്പാമതത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനങ്ങളിലേക്കും സംക്രമിക്കുകയുണ്ടായി. അത്രയും വ്യക്തമായിട്ടല്ലെങ്കിലും അതും ഏതോ വിധത്തിൽ സഭയുടെ വാഴ്ച നടക്കുന്നതായി അവകാശപ്പെടുന്നു. നമ്മുടെ കർത്താവ് വരച്ചു കാട്ടുന്നത് പോലെ വെളിപാട് 3:17-18 കൊറിന്ത്യർക്കൊപ്പം പ്രൊട്ടസ്റ്റന്റ് മതാവലംബികളും തൃപ്തരും സമ്പന്നരും ആയിരിക്കുകയും രാജ്യതുല്യം വാഴുകയുമാണ്. വാസ്തവമായി മനപരിവർത്തനം വന്നിട്ടില്ലാത്ത യഥാർത്ഥ ഗോതമ്പല്ലാതെ അതിന്റെ വെറും അനുകരണമായ കളകൾ മാത്രമായിരിക്കുന്ന നാമമാത്ര സഭാംഗങ്ങൾ സംഖ്യാബലത്തിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരെ ബഹുദൂരം പിന്നിലാക്കി യഥാർത്ഥമായ ഏത് ബലിയുടെയും സ്വാർത്ഥ ത്യാഗത്തിന്റെയും ബദ്ധവൈരികളാണവർ. നീതിക്ക് സത്യത്തിനു വേണ്ടി കഷ്ടം സഹിക്കാൻ അവർ സന്നദ്ധരല്ല. പകരം പരമാവധി അവർ ചെയ്യുന്നത് ഉപവാസത്തിന്റെയും മറ്റും പൊള്ളയായ ചില അനുഷ്ഠാനങ്ങൾ മാത്രമാണ്. അവർ വാസ്തവത്തിൽ ലോകത്തോടൊപ്പം വാഴുകയാണ്. നമ്മുടെ കർത്താവ് അവന്റെ 2ാം സാന്നിധ്യകാലത്ത് സ്ഥാപിക്കാനിരിക്കുന്ന യഥാർത്ഥമായ രാജ്യത്തിലെ പങ്കാളിത്തത്തിനു വേണ്ടി ഒരുക്കപ്പെടാനുള്ള വഴിയിലല്ല അവർ. ശ്രദ്ധാലുവായ ഏത് നിരീക്ഷകന്റെയും ദൃഷ്ടിയിൽ ഈ വീക്ഷണവും യേശുവിന്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശവും തമ്മിൽ പ്രകടമായ ഒരു വൈരുദ്ധ്യമുണ്ട്. രാജാവ് വരും മുമ്പ് രാജ്യമുണ്ടാക്കാൻ കഴിയില്ലെന്നാണ് അവൻ പഠിപ്പിച്ചത്. വെളിപാട് 20:6, 3:21, 2 തിമോത്തി 2:12. തൽഫലമായി അക്കാലം വരെ ദൈവരാജ്യത്തിന് ബലാത്കാരത്തെ നേരിടേണ്ടതുണ്ട്. അക്കാലമായാൽ അത് മഹത്വത്തിലും ശക്തിയിലും സ്ഥാപിക്കപ്പെടും. ദൈവരാജ്യത്തിന്റെ ഇരുവശങ്ങൾ. നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ദൈവരാജ്യം വരുന്നത് തുടക്കത്തിൽ അതിന്റെ വെളിപ്പെടൽ ഭാഗ്യപ്രകടനത്തോടെ ആയിരിക്കില്ല എന്നത് ശരിയാണെങ്കിലും തക്ക സമയമാകുമ്പോൾ അത് ഭാഗ്യവും ദൃശ്യവും സംശയാതീതവുമായ അടയാളങ്ങളാൽ എല്ലാവർക്കും പ്രത്യക്ഷമായി തീരേണ്ടതാണ്. പൂർണ്ണമായി സ്ഥാപിച്ചു കഴിയുമ്പോൾ ദൈവരാജ്യത്തിന് 2 ഭാഗങ്ങളുണ്ടായിരിക്കും. 1 ആത്മീയം അഥവാ സ്വർഗീയം, 2 ഭൗമികം അഥവാ മാനുഷികം. ആത്മീയ മനുഷ്യർക്ക് എക്കാലത്തും അദൃശ്യമായിരിക്കും. എന്തെന്നാൽ അതിന്റെ അംഗങ്ങൾ ആത്മസ്വഭാവമുള്ള ദിവ്യപ്രകൃതിയിലെ ആയിരിക്കും. അതാകട്ടെ മനുഷ്യരും കാണാത്തതും കാണാൻ കഴിയാത്തതുമാണ്. 1 തിമോത്തിയോസ് 6:16, യോഹന്നാൻ 1:18. എന്നാലും അതിന്റെ സാന്നിധ്യവും ശക്തിയും ശരിക്കും
അനുഭവഗോചരമാകും. അത് മുഖ്യമായും അതിന്റെ മാനുഷിക പ്രതിനിധികൾ മുഖേനയാകും. അവർ അംഗങ്ങളായിട്ടാണല്ലോ ദൈവരാജ്യത്തിന്റെ ഭൗമിക വശം രൂപപ്പെടുന്നത്. അത് മുഖ്യമായും അതിന്റെ മാനുഷിക പ്രതിനിധികൾ മുഖേനയാകും. അവർ അംഗങ്ങളായിട്ടാണല്ലോ ദൈവരാജ്യത്തിന്റെ ഭൗമിക വശം രൂപപ്പെടുന്നത്. ദൈവരാജ്യത്തിന്റെ ആത്മപ്രകൃതിയിലുള്ള അദൃശ്യപക്ഷം സുവിശേഷയുഗത്തിലെ ജേതാക്കളായ വിശുദ്ധന്മാരാണ്. ശിരസ്സും ശരീരവും ചേർന്ന മഹത്വീകരണം പ്രാപിച്ച ക്രിസ്തു തന്നെ. അവരുടെ പുനരുദ്ധാനവും അധികാരത്തിലേക്കുള്ള ഉയർത്തപ്പെടലും മറ്റെല്ലാവരിലും മുമ്പേ നടക്കുന്നു. എന്തെന്നാൽ ഈ ഗണം വഴിയാണ് മറ്റെല്ലാവരും അനുഗ്രഹിക്കപ്പെടേണ്ടത്. എബ്രായർ 11:39-40. അവരുടേതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം. വെളിപ്പാട് 20:5. ക്രിസ്തു എന്ന ഈ അഭിഷിക്ത ഗണത്തിന് നിർവഹിക്കാനുള്ള വലിയ വേലയുടെ വിജയത്തിന് അവർ ദിവ്യപ്രകൃതിയിലേക്ക് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ദിവ്യശക്തിക്ക് മാത്രമേ ഇത് സാധ്യമാകൂ. ഭൂമിയുടെ മാത്രമല്ല, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ആത്മജീവികൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള എല്ലാറ്റിനോടും ബന്ധപ്പെട്ട് അവർ നിർവഹിക്കേണ്ട ഒരു വേലയുണ്ട്. മത്തായി 28:18, കൊളോസിയർ 1:20, എഫെസ്യർ 1:10, ഫിലിപ്പി 2:10, 1 കൊറിന്ത്യർ 6:3. ദൈവരാജ്യത്തിന്റെ ഭൗമിക പക്ഷത്തിന് നിർവഹിക്കാനുള്ള വേല ഈ ഭൂമിയെയും മനുഷ്യരാശിയെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കും. അതിൽ പങ്കാളികളാകത്തക്ക വിധം ഉന്നത ബഹുമതിക്ക് അവർ അർഹരാകുന്നതാണ്. മനുഷ്യർക്കിടയിൽ ദൈവത്താൽ അത്യന്തം ഉയർത്തപ്പെട്ടവരും ആദരപാത്രങ്ങളും. അവരുടെ ന്യായവിധി ദിവസം സുവിശേഷയുഗത്തിനു മുമ്പായിരുന്നു. പരിശോധനയിൽ വിശ്വസ്തരെന്ന് തെളിഞ്ഞതിനാൽ മരണനിദ്രയിൽ നിന്ന് ഉണർത്തപ്പെടുമ്പോൾ വീണ്ടും അവർക്ക് ഒരു ന്യായവിധി ആവശ്യമില്ല. ഉടൻ തന്നെ അവർക്ക് അവരുടെ വിശ്വസ്തരുടെ പ്രതിഫലം കിട്ടും. പൂർണ്ണ മനുഷ്യരായി അവർ തൽക്ഷണം പുനരുദ്ധാനം പ്രാപിക്കും. ഇവരും ആത്മീയ ഗണവും ഒഴികെയുള്ളവർ വരുവാനുള്ള സഹസ്രാബ്ദ യുഗത്തിൽ പടിപടിയായി പൂർണ്ണത കൈവരിക്കും. മനുഷ്യരാശിയിൽ ശേഷിക്കുന്നവരുടെ യഥാസ്ഥാപനത്തിനും അനുഗ്രഹത്തിനും ക്രിസ്തുവിന്റെ കൈകളിലെ ഉപകരണങ്ങൾ എന്ന നിലയിൽ ഈ ഗണം തങ്ങൾ നിർവഹിക്കേണ്ട വേലയ്ക്ക് ഉടൻ തന്നെ സജ്ജരായിരിക്കും. ക്രിസ്തുവിന് താൻ ചെയ്യേണ്ട വേലയ്ക്ക് ആത്മപ്രകൃതി ആവശ്യമായിരിക്കുന്നത് പോലെ മനുഷ്യർക്കിടയിൽ നടക്കേണ്ട ഭാവി പ്രവർത്തനത്തിന് പൂർണ്ണ മനുഷ്യപ്രകൃതി അനുയോജ്യമാണ്. ഇവർ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുകയും അവർക്ക് ദൃശ്യരായിരിക്കുകയും ചെയ്യും. അതേസമയം അവർക്ക് കൈവന്നിരിക്കുന്ന പൂർണ്ണതയുടെ മഹത്വം അതേ പൂർണ്ണത തന്നെ കൈവരിക്കാൻ യത്നിക്കുന്നതിന് ഒരു നിരന്തര ദൃഷ്ടാന്തവും പ്രോത്സാഹനവുമായിരിക്കും. ഈ പുരാതന വീരന്മാർ രാജ്യത്തിന്റെ മാനുഷിക വശത്തിന്റെ ഭാഗമായിരിക്കുമെന്നും മനുഷ്യർക്ക് ദൃശ്യമായിരിക്കുമെന്നുമുള്ളത് യേശുവിനെ തള്ളിപ്പറയുകയും അവിശ്വസിക്കുകയും ചെയ്ത യഹൂദന്മാരോട് അവൻ പറഞ്ഞ വാക്കുകളിൽ തികച്ചും തെളിഞ്ഞു കാണാം. അവൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ അബ്രാഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും സകല പ്രവാചകന്മാരെയും രാജ്യത്തിൽ കാണും, ദൈവരാജ്യത്തിൽ കാണും. അബ്രാഹാമിനോടൊപ്പം താനോ അപ്പോസ്തലന്മാരോ കാണപ്പെടുമെന്ന് ഗുരു പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും രാജ്യത്തിന്റെ ഭൗമിക വശം ജനത്തിന് ദൃശ്യമായിരിക്കുകയും അവർ അവരുമായി ഇടപെടുകയും ചെയ്യും. എന്നാൽ അദൃശ്യപക്ഷമായ ആത്മീയ ജീവികളുമായി ഇത് സാധ്യമല്ല. ഇത്ര വലിയ ഒരു ബഹുമതിക്ക് നേരെ തങ്ങൾ കണ്ണടച്ച് കളഞ്ഞതായി കാണുമ്പോൾ പലരും വല്ലാതെ അസ്വസ്ഥരാകും. സ്വർഗീയ രാജ്യത്തിന്റെ ഈ രണ്ട് പുറങ്ങളും അവിരോധേന പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിധത്തെ പറ്റി നമുക്ക് വ്യക്തമായ അറിവ് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ ഇതിന്റെ ഒരു ചിത്രം ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്തവർ എന്ന നിലയിൽ മോശ, അഹറോൻ, യോശുവ, പ്രവാചകന്മാർ മുതലായവർ വഴി ദൈവം അവരുമായി പുലർത്തിപ്പോന്ന ബന്ധത്തിൽ നമുക്ക് ദർശിക്കാം. എന്നാലും ദിവ്യശക്തി ഭാവിയിൽ പ്രത്യക്ഷീഭവിക്കുന്ന വിധം പ്രതിരൂപ യുഗത്തെ ബഹുദൂരം പിന്നിലാക്കുന്നതായിരിക്കും. എന്തെന്നാൽ മരിച്ചവർ എല്ലാവരും ഉണർത്തപ്പെടുന്നതും അനുസരിക്കുന്നവരെല്ലാം പൂർണ്ണതയിലേക്ക് പുനരാനയിക്കപ്പെടുന്നതും ഉൾപ്പെടുന്നതാണ് വരും യുഗത്തിലെ വേല. സംസ്ഥാന ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് പൂർണ്ണരായ മനുഷ്യർ അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ സ്ഥാപനം ആവശ്യമെന്ന് വരുന്നു. പരോപകാര രംഗത്ത് വിവിധ രൂപമായ പ്രവർത്തനങ്ങൾ എന്ന പോലെ നാനാ തുറകളിൽ സമുചിതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെയും ആവശ്യങ്ങളുടെ സംജാതമാകുന്നു. അദൃശ്യരും ആത്മപ്രകൃതിയിൽ പ്രവേശിച്ചവരുമായ
രാജ്യത്തിന്റെ അംഗങ്ങളുടെ മേൽനോട്ടത്തിൽ മനുഷ്യവർഗത്തെ ഫലവത്തും ബലവത്തുമായ നടപടികൾ വഴി പടിപടിയായി ഉദ്ധരിക്കുക എന്ന മഹത്തായ വേലയ്ക്കാണ് പുരാതന വീരന്മാർ നിയോഗിക്കപ്പെടുന്നത്. ഈ ലോക രാജ്യങ്ങളുടെ അന്തിമ വിനാശത്തിനും അവരുടെ പ്രഭുവായ സാത്താന്റെ ബന്ധനത്തിനും ശേഷം വൈകാതെ തന്നെ ഈ അധികാരം ഏറ്റെടുക്കുന്നതിന് അവർ ഒരുക്കപ്പെട്ടിരിക്കും. സ്വർഗീയ രാജ്യത്തിന്റെ സമാധാനീയരായ പ്രതിനിധികൾ എന്ന നിലയിൽ അചിരേണ അവർക്ക് എല്ലാവരുടെയും സഹകരണവും ബഹുമാനവും ലഭിക്കും. ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യത്തിൽ ഒരു സ്ഥാനം ലഭിക്കുക എന്നാൽ വൈകല്യരഹിതമായ മനുഷ്യ ഹൃദയത്തിന്റെ സ്വാത്വികമായ എല്ലാ അഭിനിവേശങ്ങളുടെയും അഭിവാഞ്ചങ്ങളുടെയും സഫലീകരണം എന്നാണ് അർത്ഥം. രാജ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് മുതൽ തന്നെ ഇത് സംതൃപ്തിയുടെ മഹത്തായ ഒരു അനുഭവമായിരിക്കും. കാലം പിന്നിടുകയും അനുഗ്രഹീതമായ അതിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നതോടെയാകട്ടെ ആ അനുഭവ സമ്പത്ത് കുന്നുകൂടിക്കൊണ്ടിരിക്കും. 1000 ആണ്ടുകൾക്കൊടുവിൽ ക്രിസ്തു ഗണം യഥാസ്ഥാപന വേല നിർവഹിച്ചു കഴിയുമ്പോൾ ദോഷൈകമതികൾ ഒഴികെ മത്തായി 25:46, വെളിപാട് 20:9 മനുഷ്യരാശിയാകെ കറയോ ചുളക്കമോ അങ്ങനെ ഏതെങ്കിലുമോ ഇല്ലാതെ ദൈവസന്നതിയിൽ അംഗീകാരം നേടിക്കഴിയുമ്പോൾ ഈ വേലയിൽ ഉപകരണങ്ങളായി തീർന്നവർ സഹജീവികൾക്കിടയിലും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും ദൂതന്മാരുടെയും മുമ്പിലും നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും ശോഭിക്കും. ദാനിയേൽ 12:3. സ്നേഹപരസ്പരമായ അവരുടെ പ്രവർത്തനവും പ്രയത്നവും സമസൃഷ്ടങ്ങൾ എക്കാലവും കൃതജ്ഞതാപൂർവ്വം സ്മരിക്കും. അവർ എന്നേക്കും ഓർമ്മയിലിരിക്കും. സങ്കീർത്തനം 112:6. രാജ്യത്തിന്റെ ഭൗമിക തലത്തിൽ മാനുഷിക പൂർണ്ണത പ്രാപിക്കുന്ന പുരാതന വീരന്മാരുടെ അനുക്രമ വികാസ പരിണാമിയായ മഹത്വം അനൽപമെങ്കിൽ സ്വർഗീയ തലത്തിലുള്ള ആത്മജീവികളുടെ തേജസ് എത്രമേൽ മഹത്തരമായിരിക്കും. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കുമ്പോൾ ഒടുവിലത്തെ വിഭാഗത്തിൽപ്പെട്ടവർ ആകാശവിധാനത്തിൽ പ്രഭ പോലെ അഥവാ സൂര്യനെ പോലെ പ്രശോഭിക്കും. ദാനിയേൽ 12:3. ഭൂമിയിലെ എന്ന പോലെ സ്വർഗത്തിലെയും ബഹുമതികൾ ക്രിസ്തു തലത്തിന് അടിയറ വയ്ക്കപ്പെടും. നിത്യതയിൽ ക്രിസ്തു വഴി യുഗയുഗാന്തരങ്ങളിലൂടെ വെളിപ്പെടാനിരിക്കുന്ന തേജസ് ഏകദേശം സങ്കല്പിക്കാനല്ലാതെ തെളിവായി ഗ്രഹിക്കാൻ മനുഷ്യ മനസ്സ് അശക്തമാണ്. റോമ 8:18, എഫേസ്യർ 2:7-12 വരെ. നിന്നിലും നിന്റെ സന്തതിയിലും ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നും നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ആയിരിക്കുമെന്നും ഉള്ള അബ്രാഹ്മ്യ വാക്തത്വം രാജ്യത്തിന്റെ ഈ ദ്വിതല പ്രവർത്തനം വഴിയാണ് നിവൃത്തിയാകേണ്ടത്. ഭൗമികവും സ്വർഗീയവുമായ ഈ 2 സന്തതികളും ലോകാനുഗ്രഹത്തിനുള്ള ദൈവത്തിന്റെ ഉപകരണങ്ങളാണ്. വാക്തത്വത്തിന്റെ ഈ മുഖങ്ങൾ രണ്ടും ആരംഭം മുതൽ തന്നെ ദൈവം കണ്ടിരുന്നതും അവന്റെ ഗണനയിൽ ഉണ്ടായിരുന്നതുമാണ്. എന്നാൽ ഭൗമികം മാത്രമേ അബ്രഹാം കണ്ടിരുന്നുള്ളൂ. ആത്മീയ ഗണത്തിലെ മുഖ്യ പാത്രങ്ങളായ അപ്പോസ്തലന്മാരെയും മറ്റുള്ളവരെയും അബ്രഹാമിന്റെ സ്വാഭാവിക സന്തതിയിൽ നിന്ന് തെരഞ്ഞെടുക്കുകയും സ്വർഗീയ വിളിയുടെ തക്കകാലമായപ്പോൾ ആ ജനതയിൽ ജീവിച്ചിരുന്നവർക്ക് ആത്മപ്രകൃതി സംബന്ധിച്ച മുഖ്യാനുഗ്രഹം വച്ചു നീട്ടുകയും ചെയ്തെങ്കിലും ദൈവം താനുമായി ചെയ്ത ഉടമ്പടിയിൽ അവൻ ദർശിച്ചതിലും വളരെയേറെയായിരുന്നത് കൃപമേൽ കൃപ എന്നേ പറയുന്നുണ്ട്. അബ്രാഹ്മ ഉടമ്പടിയാകുന്ന തായ്വേരിൽ നിന്ന് സ്വാഭാവികമായി മുളച്ചു വളർന്ന വൃക്ഷമാണ് ജഡപ്രകാരമുള്ള ഇസ്രായേൽ എന്നും അവിശ്വാസ നിമിത്തം അതിന്റെ സ്വാഭാവിക കൊമ്പുകൾ ഒടിച്ചു കളയപ്പെട്ടപ്പോൾ തലസ്ഥാനത്ത് ജാതികളിൽ നിന്നുള്ള വിശ്വാസികൾ ഒട്ടിച്ചേർക്കപ്പെട്ടു എന്നും പൗലോസ് പറയുന്നു. റോമ 11:17. ഭൗമികവും മാനുഷികം സ്വർഗീയവുമായ ആത്മീയം 2 സന്തതികൾ രൂപം കൊള്ളുക വഴി വാഗ്ദത്തത്തിന്റെ ഇരട്ടിയായ നിവർത്തി സംഭവിക്കുന്നു. അബ്രാഹ്മ്യ ഉടമ്പടിയാകുന്ന വൃക്ഷമൂലത്തിൽ നിന്നും ജന്മമെടുക്കുന്ന ഈ 2 വ്യത്യസ്ത ശാഖകൾ പുനരുത്ഥാനത്തിൽ പാകപ്പെട്ട വ്യത്യസ്ത ഫലങ്ങൾ പുറപ്പെടുവിക്കും. രാജകീയ അധികാരത്തിൽ പ്രവേശിക്കുന്ന മാനുഷഗണവും ആത്മീയ ഗണവുമാണ് ആ ഫലപ്രകാണ്ഡങ്ങൾ. ജന്മക്രമത്തിൽ അവ ഒന്നാമത് സ്വാഭാവിക കൊമ്പുകളായ ഭൗമിക സന്തതിയും പിന്നീട് സ്വർഗീയ സന്തതിയുമാണ്. എന്നാൽ പദവിയുടെ ഔന്നത്യവും സ്ഥാനാരോഹണവും പ്രമാണിച്ച് ആത്മീയം ഒന്നാമതും പ്രാകൃതം പിന്നീടുമായിരിക്കും. അപ്രകാരം പിൻപന്മാർ മുമ്പന്മാരും
മുമ്പന്മാർ പിൻപന്മാരുമാകും. മത്തായി 19:30, ലൂക്ക 16:16. സ്തഫാനോസ് പരാമർശിക്കുന്നതും അപ്പോസ്തല പ്രവൃത്തി 7:5. ഇസ്രായേൽ വിശ്വാസം അർപ്പിച്ചതുമായ അബ്രാഹ്മ്യ വാഗ്ദത്തം ഭൗമികമായിരുന്നു. അത് ഭൂമിയെ അഥവാ ദേശത്തെ സംബന്ധിച്ചതാണ്. ദൈവം അത് അവന് അവകാശമായി കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു എന്ന് സ്തഫാനോസ് പറയുന്നു. ദൈവം പറയുന്നു, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയും ആക്കും. ഭൂമിയിലെ പൊടി എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും നടക്കുക, ഞാൻ അത് നിനക്ക് തരും. ഉൽപ്പത്തി 13:14 മുതൽ 17 വരെയും. ഈ വാഗ്ദത്തം ഇനിയും നിവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സ്തഫാനോസ് കാണിക്കുന്നത്. എന്തെന്നാൽ ദൈവം അബ്രാഹാമിന് ദേശത്ത് യാതൊരു അവകാശവും ഒരു ചുവട് വെക്കാനുള്ള ഇടം പോലും കൊടുത്തില്ല എന്നാണ് അവൻ പ്രസ്താവിക്കുന്നത്. അബ്രാഹാം ഉൾപ്പെടെയുള്ള പുരാതന വീരന്മാരെ പറ്റി പറയുമ്പോൾ അബ്രാഹാമിന് നൽകപ്പെട്ട വാഗ്ദത്തം ഇനിയും നിവൃത്തിയായിട്ടില്ല എന്ന സ്തഫാനോസിന്റെ പ്രസ്താവത്തോട് അപ്പോസ്തലൻ യോജിക്കുന്നു. ശിരസ്സും ശരീരവും ചേർന്ന ക്രിസ്തുഗണത്തെ സംബന്ധിക്കുന്ന അതിലും മേൽത്തരമായ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകും മുമ്പ് ഭൂമി സംബന്ധിച്ച മേൽപ്പടി വാഗ്ദത്തങ്ങൾക്ക് നിവൃത്തി ഉണ്ടായി കൂടെന്നും ഉണ്ടാവുകയില്ലെന്നും അപ്പോസ്തലൻ തുടർന്ന് പറയുന്നു. അവരെ പറ്റി അവൻ ഇങ്ങനെ പറയുന്നു, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷ പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറെ നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു. എബ്രായർ 11:39-40. വീണ്ടെടുപ്പുകാരനും യഥാസ്ഥാപകനും ആത്മരൂപനാണെന്നും മനുഷ്യപ്രകൃതി എല്ലാവർക്കും വേണ്ടി ബലിവസ്തുവായി മരണത്തിന് ഏൽപ്പിച്ചു കളഞ്ഞെന്നും അത്യന്തം ഉയർത്തപ്പെട്ട ശേഷം ഈ ആത്മീയ ഗണമായിരിക്കണം അനുഗ്രഹങ്ങൾക്കെല്ലാം ഉറവിടമായിരിക്കേണ്ടതെന്നും ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അതിന്റെ ഉപകരണങ്ങളാകുവാനുള്ള പദവി ആർക്കെല്ലാം നൽകപ്പെടുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. റോമ 12:1, ഗലാത്തി 3:29. രാജ്യത്തിന്റെ ഭൗമിക തലത്തിലുള്ള പ്രവർത്തനം ഇസ്രായേലിന്റെ നേതൃത്വത്തിലാണെന്ന് ഇങ്ങനെ വ്യക്തമാകുന്നു. ഭാവിയിൽ ഭൂമിക്ക് കൈവരാനുള്ള അനുഗ്രഹത്തെ സംബന്ധിച്ച് ദൈവനിർണയത്തിൽ ആ ജനതയ്ക്കുള്ള പ്രാമുഖ്യം വിളിച്ചറിയിക്കുന്ന അസംഖ്യം പ്രവചനങ്ങൾ ഈ വസ്തുതയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. വീണുപോയ അവരുടെ കൂടാരം അന്നാളിൽ പുനരുദ്ധരിക്കപ്പെടുകയും യെരുസലേം ഭൂമിയെങ്ങും ഒരു പ്രശംസാ വിഷയമാകുകയും ചെയ്യും. യഥാസ്ഥാപന നാളുകളിൽ ലോക ജനതകളിൽ വെച്ച് ഒരു ജനത എന്ന നിലയിൽ ആദ്യമായി പുതിയ കാര്യക്രമങ്ങളോട് പൊരുത്തപ്പെടുന്നത് ഇസ്രായേൽ ആയിരിക്കുമെന്ന് സ്പഷ്ടമാക്കുന്ന പ്രസ്താവനകൾ പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും എഴുത്തുകളിൽ കാണാം. ഭൗമിക യെരുസലേം അതിന്റെ പുരാതന സിസ്റ്റങ്ങളിൽ മേൽ വീണ്ടും പണിയപ്പെടുമെന്നും ആദ്യയിൽ പ്രഭുക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും നേതൃത്വത്തിൽ എന്ന പോലെ അവരുടെ ഭരണതന്ത്രം പുനരാവിഷ്കരിക്കപ്പെടുമെന്നും പ്രസ്തുത വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. യെശയ്യാ 1:26, സങ്കീർത്തനം 45:16, യെരേമിയ 30:18. പ്രവാചകന്മാരെയും പുരാതന പിതാക്കന്മാരെയും തിരിച്ചറിയുന്നതിൽ മറ്റാരെങ്കിലും ആദ്യമായി ഇസ്രായേൽ ആനന്ദം കണ്ടെത്തുമെന്നതിലപ്പുറം എന്താണ് ന്യായമായും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? അവരുടെ ന്യായപ്രമാണ പരിചയവും അതിന് കീഴിൽ അവർക്ക് ലഭിച്ച ദീർഘകാല ശിക്ഷണവും വഴി അനുസരണപൂർവം രാജ്യത്തിന്റെ അധികാരത്തിന് വിധേയരാകുന്നതിന് അവർ ഒരുക്കപ്പെട്ടിരിക്കുമെന്ന പ്രതീക്ഷ എങ്ങനെയാണ് അസ്ഥാനത്താകുക? ലോക ജനതകളിൽ വെച്ച് ഇസ്രായേലിലായിരിക്കും ഒന്നാമതായി അംഗീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുക എന്നിരിക്കെ യഹോവ യഹൂദയുടെ കൂടാരങ്ങളെ ഒന്നാമത് രക്ഷിക്കും എന്ന തിരുവെഴുത്ത് എത്ര അർത്ഥവത്തായിരിക്കുന്നു. ഇസ്രായേലിലെ കാണാതായ ഗോത്രങ്ങളെ എവിടെ തിരയണം എന്ന വിഷയത്തിന് ചർച്ച ചെയ്യത്തക്ക വിധം പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ചിലർ അവകാശപ്പെടുന്നത് പോലെ നിലവിലുള്ള ഏതെങ്കിലും പരിഷ്കൃത ജനവിഭാഗങ്ങളിൽ അവരെ കണ്ടെത്താൻ കഴിയുമെന്ന വാദം ശരിയോ തെറ്റോ ആകാം. അനുമാന ദശയിലുള്ള ചില തെളിവുകൾ യുക്തിവിരുദ്ധമല്ലെങ്കിലും ആകെക്കൂടെ നോക്കിയാൽ അവ ഏറെയും ഊഹങ്ങളും ഭാവനാ സൃഷ്ടികളുമാണ്. എന്നാൽ പരിഷ്കൃത ജനതകളിൽ ചിലത് നഷ്ടഗോത്രങ്ങളുടെ പിൻഗാമികളാണെന്ന് അനിഷേധ്യമായി തെളിയിക്കപ്പെട്ടാലും സ്വർഗീയമായ പരമവിളി സംബന്ധിച്ച് അവർക്കത് ഒരു വിധത്തിലും പ്രയോജനപ്പെടുകയില്ല. ജാതീയമായി അവർ നിരാകരിക്കപ്പെട്ട ശേഷം
പരമവിളിയുടെ വിഷയത്തിൽ യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഒരു വ്യത്യാസവുമില്ല. അങ്ങനെയുള്ള തെളിവ് എന്തെങ്കിലും ലഭിച്ചാൽ തന്നെ ഇന്ന് വരെ അതുണ്ടായിട്ടില്ല. രാജ്യത്തിന്റെ ഭൗമിക തലത്തിൽ ആ ജാതിയെ സംബന്ധിച്ച് നിറവേറാനിരിക്കുന്ന പ്രവചനങ്ങളോടും വാക്തത്വങ്ങളോടും അത് പൂർണ്ണമായി പൊരുത്തപ്പെട്ടിരിക്കും. ദീർഘകാലമായി നിവൃത്തിയാകാതിരിക്കുന്ന വാക്തത്വങ്ങളിൽ ഒരളവോളം ഇന്നും നിലനിന്നു പോരുന്ന അവരുടെ വിശ്വാസവും അവരിൽ കുടികൊള്ളുന്ന സ്വാഭാവിക മുൻവിധിയും എന്ന പോലെ ജന്മസഹജമായ പറ്റുമാനവും മൂലം പുതിയ ഭരണാധികാരികളെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കുക ഇസ്രായേലിന് പൊതുവിൽ എളുപ്പമാകും. വലിയൊരു അളവിൽ ന്യായപ്രമാണം പാലിച്ചു പോന്ന അവരുടെ ശീലം പുതിയ ഭരണകൂടത്തിന്റെ തത്വങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ അവർക്ക് അനുകൂല ഘടകമാവുകയും ചെയ്യും. ദൈവത്തിന്റെ പ്രതിരൂപ രാജ്യത്തിൽ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന യെരുസലേമിന് പ്രകാരം അതേ സ്ഥാനം തന്നെ വീണ്ടും കൈവരികയും അത് മഹാരാജാവിന്റെ നഗരമാവുകയും ചെയ്യും. സങ്കീർത്തനം 48:2, മത്തായി 5:35. ഒരു രാജ്യത്തിന്റെ അഥവാ ആധിപത്യത്തിന്റെ പ്രതീകമാണ് നഗരം. ദൈവരാജ്യത്തിന്റെ പ്രതിരൂപമാണ് പുതിയ യെരുസലേം. ഈ പുതിയ ആധിപത്യം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ക്രിസ്തുവിന്റെ കാന്തിയായ ആത്മീയഗണം മാത്രം ഉൾപ്പെട്ടതാണ്. യോഹന്നാൻ കണ്ടതുപോലെ ക്രമേണ അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതായത് കർത്താവിന്റെ ദിവസത്തിൽ നിലവിലുള്ള ഭരണകൂടങ്ങൾ ഉടഞ്ഞു തകരുമ്പോൾ അത് ക്രമേണ അധികാരത്തിൽ അവരോധിക്കപ്പെടും. എങ്ങനെയായാലും യഥാസമയം ഈ നഗരത്തിന്റെ ഭൗമിക തലവും അധികാരത്തിൽ പ്രവേശിക്കും. പുരാതന വീരന്മാരായിരിക്കും അതിന്റെ അംഗങ്ങൾ. എന്നാൽ രണ്ട് നഗരങ്ങൾ അഥവാ ഭരണകൂടങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഒറ്റ സ്വർഗീയ ഗവൺമെന്റ് മാത്രം. ഇതിനെയാണ് അബ്രഹാം കാത്തിരുന്നത്. അടിസ്ഥാനമുള്ള നഗരം, നീതിയുടെ അടിസ്ഥാനത്തിൽ പണിപ്പെട്ട നഗരം തന്നെ. വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിന്റെ നീതിയാകുന്ന ബലവത്തായ പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭരണകൂടം തന്നെ. അവൻ മനുഷ്യന് വേണ്ടി നൽകിയ മറവിലയുടെ മൂല്യവും ദിവ്യനീതിയുടെ ദാർഢ്യവും ക്രിസ്തുവിൻ നീതി തന്നെ. ദൈവനീതിക്ക് മുമ്പ് കുറ്റവാളിയെ വിട്ടയക്കാൻ കഴിയാതിരുന്ന പ്രകാരം ഇനി വീണ്ടെടുക്കപ്പെട്ടവരെ കുറ്റം വിധിക്കാനും അതിന് കഴിയുകയില്ല. ദൈവനീതിക്ക് മുമ്പ് കുറ്റവാളിയെ വിട്ടയക്കാൻ കഴിയാതിരുന്ന പ്രകാരം ഇനി വീണ്ടെടുക്കപ്പെട്ടവരെ കുറ്റം വിധിക്കാനും അതിന് കഴിയുകയില്ല. റോമ 8:31 മുതൽ 34 വരെ, 1 കൊരിന്ത്യർ 3:11. മഹനീയമായ സമാധാന നഗരം, അതിന്റെ മതിലുകൾ അതിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും രക്ഷയും സുരക്ഷിതത്വവും അനുഗ്രഹവും കാണിക്കുന്നു. നീതിയിൽ സ്ഥാപിതമായ അതിന്റെ അടിസ്ഥാനങ്ങൾക്ക് ഇളക്കമില്ല. അതിന്റെ വിധാതാവും ശില്പിയും ദൈവം തന്നെ. സ്വർഗരാജ്യം എന്ന മഹത്വപൂർണമായ ഈ ദൈവനഗരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിലാണ് വിശുദ്ധിയുടെ പെരുവഴിയിലൂടെ ദൈവമായുള്ള പൂർണ്ണ സായുജ്യത്തിലേക്ക് ജനതകൾ അഥവാ മനുഷ്യ സഹസ്രങ്ങൾ അടിവച്ച് മുന്നേറാൻ പോകുന്നത്. വെളിപാട് 21:24. നാം കണ്ടു കഴിഞ്ഞ പ്രകാരം സഹസ്രാബ്ദത്തിന്റെ പരിസമാപ്തിയിൽ മനുഷ്യരാശി പൂർണ്ണതയിലെത്തുന്നതോടെ ദൈവരാജ്യത്തിലെ അംഗത്വം അവർക്ക് നൽകപ്പെടും. ഓരോ മനുഷ്യനും ഒരു രാജാവെന്ന ആദിയിൽ വിഭാവനം ചെയ്യപ്പെട്ടിരുന്ന പ്രകാരം ഭൂമിയുടെ പൂർണ്ണ നിയന്ത്രണം അവന് കൈമാറും. യോഹന്നാന്റെ ലക്ഷ്യാർത്ഥ പ്രവചനത്തിൽ ഇത് തെളിവായി കാണുന്നുണ്ട്. വെളിപാട് 21, 24, 25, 26. എന്നാൽ മനുഷ്യർ അതിന്റെ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് മാത്രമല്ല, രാജാക്കന്മാർ അതിന്റെ തേജസ്സിൽ പ്രവേശിക്കുന്നു എന്നും ദർശനത്തിൽ അവൻ കണ്ടു. എന്നാലും അതിനെ മലിനീകരിക്കാൻ ഇടയുള്ള ഒരുവനും പ്രവേശനം സാധ്യമല്ല. ആദ്യം തന്നെ പരിശോധനയുടെ ഉരകല്ലിൽ ശരിയായി മാറ്റി തെളിയിക്കാത്ത ആർക്കും തന്നെ ആ നഗരവുമായി ഏകീഭവിക്കാൻ കഴിയുകയില്ല. വഞ്ചനയും അനീതിയും പ്രവർത്തിക്കാൻ പ്രിയപ്പെടുകയോ ചെയ്യുന്ന ഒരുവനും അത് സാധ്യമല്ല. നിത്യജീവന് അർഹരെന്ന് കുഞ്ഞാട് എഴുതുകയോ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് അവൻ പറയുകയോ ചെയ്യുന്നവർക്ക് മാത്രമേ അതിന് കഴിയൂ. അക്ഷരാർത്ഥത്തിലുള്ള യെരുസലേം നഗരം നിശ്ചയമായും പുനർനിർമ്മിക്കപ്പെടും. അത് പക്ഷേ ലോക തലസ്ഥാനമായി തീർന്നെന്നും വരാം. എങ്കിലും യെരുസലേമിനെയും അതിന്റെ ഭാവി മഹിമകളെയും
പ്രതിപാദിക്കുന്ന അനേക പ്രവചനങ്ങളും വലിയ പ്രതാപത്തോടെ സ്ഥാപിക്കപ്പെടാനിരിക്കുന്ന ദൈവരാജ്യത്തെ പറ്റി ആ പ്രതിരൂപത്തെ അവലംബിച്ചും പ്രതിപാദിക്കുന്നതാണ് എന്നത് വിസ്മരിക്കരുത്. യെരുശലേമിനെ പ്രതിരൂപമാക്കി ഭൗമിക തലത്തിലുള്ള രാജ്യത്തിന്റെ ഭാവി മഹിമകൾ പ്രവാചകന്മാർ ഇപ്രകാരമാണ് ഉജ്ജ്വലമായ ഭാഷയിൽ പ്രകീർത്തിക്കുന്നത്. യെരുശലേമിന്റെ ശൂന്യ പ്രദേശങ്ങളെ പൊട്ടി ആർത്തുകൊള്ളുവിൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. അക്കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക് യെരുശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. അനേക വംശങ്ങളും ചെന്ന് വരുവിൽ നമുക്ക് യഹോവയുടെ പാർവ്വതത്തിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. യെശയ്യാ 52:9, 65:18, 66:10-12 വരെ, യെരമ്യാ 3:17, യെശയ്യാ 2:3. ഇസ്രായേലിന് ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിക്കുന്ന നിരവധി അമൂല്യ വാക്തത്വങ്ങൾ കണക്കിലെടുക്കുകയും അവയുടെ സൂക്ഷ്മമായ നിവർത്തികൾ നാം പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു ജനത എന്ന നിലയിൽ അവർ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന പ്രകാരം അവർ ഒരു ദൃഷ്ടാന്ത ജനതയായിരുന്നു എന്നത് വിസ്മരിച്ചുകൂടാ. ഒരർത്ഥത്തിൽ അവർ മനുഷ്യരാശിയുടെ ആകെ ഒരു പ്രതിരൂപമായിരിക്കുന്നു. അനുസരണത്തിന്റെയും ജീവന്റെയും നിയമമായ അവരുടെ ന്യായപ്രമാണ ഉടമ്പടി സഹസ്രാബ്ദത്തിലും ഭാവി യുഗങ്ങളിലും ലോകവുമായി ദൈവം ചെയ്യുവാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ നിഴലാണ്. നിഴലായ ഉടമ്പടിயின் പ്രകാരമുള്ള പാപപരിഹാര ബലിയുടെ രക്തവും അത് ആ ജാതിയുടെ വിഷയത്തിൽ പ്രാവർത്തികമാക്കിയ പൗരോഹിത്യവും പുതിയ ഉടമ്പടിயின் രക്തത്തെയും രാജകീയ പുരോഹിത കുലത്തെയും മുൻകുറിച്ചു. സഹസ്രാബ്ദ യുഗത്തിൽ ഈ പുതിയ ഉടമ്പടി മുഖേനയുള്ള ശുദ്ധീകരണവും അനുഗ്രഹങ്ങളും ലോകത്തിനാകെ പ്രായോഗികമാക്കും. ഇപ്രകാരം അവരുടെ പൗരോഹിത്യം ക്രിസ്തുകണത്തെ കാണിച്ചു. ആർക്കു വേണ്ടിയാണോ പൊരുളായ യാഗം നടന്നത്, ആരാണോ യഥാർത്ഥമായ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുന്നത്, ആ മനുഷ്യരാശിയെ ഒന്നാകുകയാണ്. വ്യക്തിഗതമായി ഓരോരുത്തരെയുമാണ് ഇസ്രായേൽ ജാതി പൊതുവെ സാദൃശ്യപ്പെടുത്തിയത്. കഴിഞ്ഞ കാലത്തെന്ന പോലെ ഭാവിയിലും അനുഗ്രഹിക്കപ്പെടുന്നത് ആദ്യം യഹൂദനും പിന്നീട് ജാതികളുമായിരിക്കുമെങ്കിലും ദിവ്യകൃപ സംബന്ധിച്ച് യഹൂദനുള്ള ഈ മുൻഗണന കാലം സംബന്ധിച്ച് മാത്രമായിരിക്കുമെന്നത് ശ്രദ്ധേയമാണ്. ന്യായപ്രമാണത്തിന് കീഴിൽ അവർക്ക് ലഭിച്ച ശിക്ഷണത്തിന്റെ സ്വാഭാവിക ഫലമാണ് ഇതെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരെ ക്രിസ്തുവിലേക്ക് നടത്തുക എന്ന അതിന്റെ ലക്ഷ്യം യഥാസമയം നിവൃത്തിയാകും. യേശുവിന്റെ ഒന്നാം വരവിൽ അവരിൽ ഒരു ശേഷിപ്പിന് മാത്രമാണ് അത് സാധ്യമായതെങ്കിലും രണ്ടാം വരവിൽ ഒരു ജനത എന്ന നിലയിൽ അവർ അവങ്കലേക്ക് കൊണ്ടുവരപ്പെടും. ഒരു ജനത എന്ന നിലയിൽ ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു ആദ്യ ഫലമായിരിക്കും അവർ. തെരഞ്ഞെടുപ്പ് ഗണങ്ങൾക്ക് മാത്രമുള്ളതൊഴികെ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ അനുഗ്രഹവും അന്തിമമായി ആ ജനതയിൽ വാസ്തവമായും മുഴുവൻ ഭൂഗോത്രങ്ങളെ സംബന്ധിച്ചും പൊരുളായും നിറവേറും. ആ ഗവൺമെന്റിന്റെ ഭരണത്തിൽ ദൈവം ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം നൽകും. നന്മ ചെയ്യുന്ന യവനും തേജസ്, മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും, എന്തെന്നാൽ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. റോമർ 2:6, 10, 11. ഇസ്രായേലിന് നൽകപ്പെട്ട ഭാവി വാഗ്ദാനങ്ങളുടെ മാറ്റമില്ലായ്മയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ശ്രദ്ധ പ്രത്യേകം ക്ഷണിക്കുന്നു. അവിശ്വാസം മൂലം അവർക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ ഏവയെന്നും ഇനിയും മാറ്റമില്ലാതെ അവശേഷിക്കുന്നവ ഏവയെന്നും അവൻ കാണിക്കുന്നു. അഹന്തയും ഹൃദയ കാഠിന്യവും അവിശ്വാസവും നിമിത്തമാണ് ഒരു ജനമെന്ന നിലയിൽ ഇസ്രായേൽ അന്വേഷിച്ചത് പ്രാപിക്കാതെ പോയതെന്ന് അവൻ പറയുന്നു. ദൈവപ്രസാദത്തിന്റെയും സേവനത്തിന്റെയും രംഗത്ത് മുഖ്യസ്ഥാനമാണ് അവർ ഉന്നം വെച്ചത്.
അപ്പോസ്തലൻ പരാമർശിക്കുന്നത് അബ്രഹാം മുതൽ മുന്നോട്ടുള്ള മുഴുവൻ തലമുറകളെയുമല്ല, പിന്നെയോ ഒന്നാം വരവിന്റെ നാളുകളിൽ ജീവിച്ചിരുന്ന തലമുറയെയാണ്. സുവിശേഷ യുഗം വളരെയധികമുള്ള ഇസ്രായേലിലെ തലമുറകൾക്ക് മുഴുവൻ അവന്റെ വാക്കുകൾ യോജിക്കുന്നു. സുവിശേഷ യുഗമാണല്ലോ മുഖ്യ കൃപയിലേക്കുള്ള വിളിയുടെ അവസരം. ദിവ്യപ്രകൃതിയിലേക്കുള്ള പരമവിളിയും യേശുവിനോട് കൂടെയുള്ള അവകാശവുമാണ് ഇവിടെ പറയുന്ന മുഖ്യ കൃപ. ഈ കൃപ മനസ്സിലാക്കുന്നതിനും പിടിച്ചുകൊള്ളുന്നതിനും ഒരു ജനം എന്ന നിലയിൽ ഇസ്രായേൽ പരാജയം വരിച്ചു. ദൈവം ജാതികളെ സന്ദർശിക്കുകയും സുവിശേഷം വഴി അനേകരെയും വിളിക്കുകയും ചെയ്തെങ്കിലും ജഡിക ഇസ്രായേലിനെ പോലെ അവരും സ്വർഗീയമായ ഈ വിരുത് കരസ്ഥമാക്കുന്നതിൽ വിജയിക്കുകയില്ല. എങ്ങനെയായാലും വിളിക്കപ്പെട്ട് എല്ലാവരിൽ നിന്നുമുള്ള ഒരു ശേഷിപ്പ്, ഒരു ചെറിയ ആട്ടിൻകൂട്ടം വിളി ശ്രദ്ധിക്കുകയും അനുസരണവും ആത്മത്യാഗവും വഴി വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഇസ്രായേലിന് ഒരു ജനമെന്ന നിലയിൽ പ്രാപിപ്പാൻ കഴിയാത്തതും നാമമാത്ര ക്രൈസ്തവ സഭയ്ക്ക് പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്നതുമായ ഏതോ അത് ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം ആത്മാവിന്റെ വിശദീകരണവും സത്യത്തിലുള്ള വിശ്വാസവും വഴി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരവും സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 2 തെസ്സലോനി 2:13, 1 പത്രോസ് 1:2. എന്നാൽ യേശുവിനെ തിരസ്കരിക്കും മൂലം ഇസ്രായേലിന് ഈ പ്രത്യേക ആനുകൂല്യം നഷ്ടപ്പെട്ടെങ്കിലും അതുമൂലം അവർ പൂർണ്ണമായും ദൈവകൃപയിൽ നിന്ന് തള്ളപ്പെട്ടു എന്ന് വരുന്നില്ല. എന്തെന്നാൽ ക്രിസ്തുവിലേക്ക് ഒട്ടിച്ചേർക്കപ്പെടുകയും മറ്റുള്ളവർക്കൊപ്പം ആത്മീയ അനുഗ്രഹങ്ങൾക്ക് ഭാഗഭാക്കാകുകയും ചെയ്യുവാനുള്ള അവകാശം പിന്നെയും തുടർന്നു പോന്നു. ആ വിളി നൽകപ്പെട്ടിരുന്ന സമയത്ത് അവർ അത് വിശ്വാസത്താൽ സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് മാത്രം. എന്നാൽ കാട്ടൊലിവിൻ കൊമ്പുകൾ ഒട്ടിച്ചു ചേർത്ത പ്രകാരം അവരെ പിന്നെയും ഒട്ടിച്ചു ചേർക്കാൻ ദൈവം ശക്തനും മനസ്സുള്ളവനുമാണെന്ന് പൗലോസ് സമർത്ഥിക്കുന്നു. അവർ അവിശ്വാസത്തിൽ നിലനിൽക്കാതിരുന്നാൽ എന്ന അടിസ്ഥാനത്തിലാണിത്. റോമ 11:23-24. ഇസ്രായേൽ ലക്ഷ്യമിട്ട മുഖ്യാനുഗ്രഹം ദൈവരാജ്യത്തിലെ മുഖ്യസ്ഥാനം അതിന് നഷ്ടപ്പെട്ടെങ്കിലും വലിയ വാഗ്ദത്തങ്ങളുടെ നിവർത്തി അവർക്കായി അവശേഷിക്കുന്നുവെന്ന് പൗലോസ് പിന്നെയും വാദിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങൾ, വിളികൾ, ഉടമ്പടികൾ, വാഗ്ദത്തങ്ങൾ ഇവ നിവൃത്തിയാകാതെ പാഴായി പോകാനുള്ളവയല്ല എന്ന് അവൻ യുക്തിവാദം ചെയ്യുന്നു. ദൈവം ആദ്യം തന്നെ അവസാനവും കണ്ടിരുന്നു. ഇസ്രായേൽ മിശിഹായെ തിരസ്കരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവർ ലക്ഷ്യമാക്കിയ മുഖ്യമായ നേട്ടം കൈവിട്ടു പോയെങ്കിലും ഈ അറിവിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് നൽകിയിരുന്ന ഇരുപക്ഷമില്ലാത്ത ഈ വാഗ്ദത്തങ്ങൾ ലോകത്തെ അനുഗ്രഹിക്കുന്നതിൽ ആ ജനത ഉപകരണമായിരിക്കുമെന്നതിന് ഉറപ്പു നൽകുന്നു. ഇസ്രായേലുമായി ദൈവം ചെയ്ത ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളുടെ അവ്യക്ത സ്വഭാവത്തിലേക്കാണ് പിന്നീട് പൗലോസ് വിരൽ ചൂണ്ടുന്നത്. ഒരു ജനമെന്ന നിലയിൽ അവർ ഒരു സ്വർഗീയ സന്തതിയോ ഭൗമിക സന്തതിയോ അവർ അവകാശമാക്കാൻ പോകുന്ന വാഗ്ദത്തങ്ങൾ അനുസരിച്ച് അവർക്ക് നിർവഹിക്കാനുള്ള സേവനം ഉയർന്ന പടിയിൽപ്പെട്ടതോ താഴ്ന്ന പടിയിൽപ്പെട്ടതോ എന്ന കാര്യമാണ് അവ്യക്തമായിരിക്കുന്ന വസ്തുത. താരതമ്യേന ഉയർന്ന പടിയിൽപ്പെട്ട ആത്മീയ പദവി തക്കകാലം വരെ നിഗൂഢമായി സൂക്ഷിച്ചു. അവർക്ക് നൽകിയ വാഗ്ദത്തങ്ങളിൽ ഭൗമിക പദവി മാത്രം പരാമർശിക്കപ്പെട്ടു. എന്നാൽ ആത്മീയ പദവി ഒന്നാമതായി അവർക്ക് വെച്ചു നീട്ടാൻ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ടതിലും കവിഞ്ഞ ആനുകൂല്യം അവരോട് പ്രദർശിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ സ്വർഗീയ വാഗ്ദത്തങ്ങൾ ഭൗമിക വാഗ്ദത്തങ്ങളിൽ ഗോപനം ചെയ്യപ്പെട്ടിരുന്നു. ഈ വാഗ്ദത്തങ്ങൾ അസ്ഥാനത്താഴെയില്ലെന്ന് പൗലോസ് പറയുന്നു. മറച്ചു വച്ചിരുന്ന ആനുകൂല്യം ഒന്നാമത് വെച്ചു നീട്ടുകയും ഇസ്രായേൽ അത് അന്ധമായി തിരസ്കരിക്കുകയും ചെയ്തു എന്നത് വാഗ്ദത്തത്തിന്റെ അപരഭാഗത്തെ ഒരു വിധത്തിലും ദുർബലപ്പെടുത്തുകയോ അസാധുവാക്കുകയോ ചെയ്യുന്നില്ല. യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒപ്പം ക്രിസ്തുവിന്റെ കാന്ത തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിൽ ഇസ്രായേൽ ഒരു ജനത എന്ന നിലയിൽ കൃപയിൽ നിന്ന് തള്ളപ്പെട്ടിരിക്കുകയാണെങ്കിലും ശിരസ്സും ശരീരവും ഉൾപ്പെട്ട ക്രിസ്തു ഗണമാകുന്ന വിമോചകൻ പൂർത്തീകരിക്കപ്പെട്ടിട്ട് ദൈവകൃപ ഇസ്രായേലിലേക്ക് മടങ്ങി വരികയും ആ മഹാവിമോചകൻ യാക്കോബിൽ നിന്ന് അന്ധത നീക്കുകയും ചെയ്യുന്ന കാലം വരും.
പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, അങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും, അഥവാ ദൈവകൃപയിലേക്ക് മടങ്ങി വരും. പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ബാധിച്ചിരിക്കുന്നു. ശിരസും ശരീരവും ചേർന്ന് ക്രിസ്തു എന്ന വിമോചകൻ സിയോനിൽ നിന്ന് വരികയും യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അപ്പോൾ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ അത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം. സുവിശേഷ നിമിത്തം അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, എന്നാൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവർ ഇന്നും പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാരാണ്. എന്നാൽ ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. കൂടാതെ നിങ്ങൾ ജാതികൾ ഒരിക്കൽ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് ഇപ്പോൾ അവരുടെ അനുസരണക്കേടിനാൽ കരുണ ലഭിച്ചതുപോലെ നിങ്ങളുടെ കരുണ മൂലം മാറ്റുകാരം പ്രാപിച്ച സഭാ മുഖേന അവർക്കും കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. എന്തെന്നാൽ ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. റോമ 5:17 മുതൽ 19 വരെ ഒത്തുനോക്കുക. ദൈവത്തിന്റെ തരം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആളുമേ. റോമ 11:25 മുതൽ 31 വരെ. രാജ്യത്തിന്റെ അവകാശികൾ, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആലയത്തിൽ ആടി നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. സങ്കീർത്തനം 24:3-4. ഇവിടെ പറയുന്ന യഹോവയുടെ പർവ്വതം ദൈവരാജ്യത്തിന്റെ പ്രതീകമാണ്. ജെറുസലേം നഗരം ദ്വിമുഖമായ ഒരു പർവ്വതാഗ്രഹത്തിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ അത് ഐറോപ്യൻ എന്ന താഴ്വരയാൽ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും അത് ഒറ്റ ചുറ്റുമതിലോട് കൂടിയതും ഇരുവിഭാഗങ്ങളും പാലങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടതുമായിരുന്നു. ഈ പർവ്വത ശൃംഖങ്ങളിൽ ഒന്നിലായിരുന്നു ആലയം നിർമ്മിക്കപ്പെട്ടിരുന്നത്. മാറ്റുകാരം പ്രാപിച്ച സഭയിൽ രാജ്യധർമ്മങ്ങളും പൗരോഹിത്യ ധർമ്മങ്ങളും ഏകോപിപ്പിച്ചിരുന്നതിനെ ഇത് കാണിക്കുന്നു എന്ന് വരാം. അല്ലാത്ത പക്ഷം ഇരുവശങ്ങളോട് കൂടിയ ഒരേ ദൈവരാജ്യത്തെ കുറിക്കുന്നു എന്ന് വരാം. അതായത് വേറിട്ട് നിൽക്കെ തന്നെ ഭൗമിക അവകാശവുമായി ഏകീഭവിച്ച് പ്രവർത്തിക്കുന്നതും ഭൂമിയിൽ നിന്നല്ലാത്തതും സ്വർഗീയ പ്രകൃതിയിലുള്ളതും ആത്മീയ ഭവനവുമായ ക്രിസ്തുഗണത്തിന്റെ ഏകദേശ ചിത്രമാകാം ഇത്. എബ്രായർ 9:11. ദാവീദ് ഈ രണ്ട് സ്ഥലങ്ങളെയും പരാമർശിക്കുന്നതായി തോന്നുന്നു. ആ നഗരത്തിന്റെ ഒരു ഭാഗമാവുക എന്ന് തന്നെ മതിയായ ബഹുമതിയാണ്. ആ നിലയ്ക്ക് പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശനാനുമതി ഉണ്ടായിരുന്ന വിശുദ്ധ മന്ദിരത്തിലേക്ക്, അതിന്റെ പുണ്യസങ്കേതങ്ങളിലേക്ക് കയറി ചെല്ലുക എന്ന പദവി എത്രമേൽ സമുന്നതമാണ്. ഇവയിൽ ഏത് സ്ഥാനത്തെത്തുന്നവർക്കും ആവശ്യം വേണ്ട ഗുണങ്ങളാണ് ജീവിത വിശുദ്ധിയും ഹൃദയത്തിൽ സത്യസന്ധതയുമെന്ന് ദാവീദ് കാണിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതൻ വിശുദ്ധനായിരിക്കുന്ന പ്രകാരം അവന്റെ കൂട്ടാവകാശികളാകാൻ അർഹരാകുന്നതിന് രാജകീയ പുരോഹിത കുലത്തിൽ പെട്ടവർ വിശുദ്ധരായിരിക്കണം. അവനിൽ ഈ പ്രത്യാശയുള്ളവർ അവൻ വിശുദ്ധനായിരിക്കുന്ന പ്രകാരം തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നു. ഇതും മുമ്പ് തന്നെ തെളിയിച്ചിരിക്കുന്നത് പോലെ ഉദ്ദേശത്തിലുള്ള ശുദ്ധിയാണ്. വാസ്തവമോ പൂർണ്ണമോ ആയ നിലയിൽ നമ്മിൽ കണക്കിടപ്പെടുന്ന വിശുദ്ധിയാണിത്. നമ്മിൽ ആരോപിക്കപ്പെടുന്ന ക്രിസ്തുവിൻ വിശുദ്ധി നമ്മുടെ അപരിഹാര്യമായ കുറവുകൾ നികത്തുന്നു. നാം ജഡപ്രകാരമല്ല ആത്മപ്രകാരം നടക്കുമ്പോൾ ഒഴിവാക്കാനാകാത്ത നമ്മുടെ ബലഹീനതകൾക്ക് അത് പരിഹാരമായി തീരുന്നു. ദൈവരാജ്യത്തിന്റെ ഏത് തലത്തിലുള്ള പ്രവേശനത്തിനായാലും വിശുദ്ധിയും പരമാർത്ഥതയും ദൈവത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണവും ആവശ്യമാണെന്ന വസ്തുത വിസ്മരിക്കരുത്. ക്രിസ്തുവിന് കീഴിൽ ദൈവരാജ്യത്തിന്റെ ഭൗമിക തലം അവകാശമാക്കുവാൻ പോകുന്ന പുരാതന വീരന്മാരെ സംബന്ധിച്ചും ഇക്കാര്യം അങ്ങനെ തന്നെയായിരുന്നു. അവർ നീതിയെ സ്നേഹിക്കുകയും അധർമ്മത്തെ ഭയക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും വീഴ്ച നേരിടുകയോ വല്ല ബലഹീനതയാലോ പ്രലോഭനത്താലോ കാലിടറുകയോ ചെയ്തപ്പോഴെല്ലാം അവർ വല്ലാതെ ഖേദിക്കുകയും പശ്ചാത്താപ വ്യവസ്ഥരാകുകയും ചെയ്തു. സുവിശേഷത്തിലെ വിശ്വസ്തരുടെ കഥയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. ദൈവത്തിന്റെ ആത്മാവായ സത്യാത്മാവ് എല്ലാ ജഡത്തിനുമായി പകരപ്പെടുന്ന സഹസ്രാബ്ദ യുഗത്തിലും എല്ലാവരെ സംബന്ധിച്ചും
ഇങ്ങനെ തന്നെ ആയിരിക്കും. ദൈവത്തിന്റെ ക്രമീകരണ പ്രകാരം നഗരത്തിൽ പ്രവേശിക്കാൻ അവകാശമുണ്ടാകേണ്ടതിന് ആ യുഗത്തിലെ ജേതാക്കൾക്കും ഹൃദയത്തിലും ജീവിതത്തിലും വിശുദ്ധി പാലിക്കാൻ വേണ്ടി പോരാടേണ്ടി വരും. ലോകസ്ഥാപനം മുതൽ അവർക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യമാണ് ഈ നഗരം. ആദിയിലുണ്ടായിരുന്ന ആധിപത്യത്തിന്റെ യഥാസ്ഥാപനമാണിത്. ഉരക്ക് ഭരണം. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ രാജ്യം ആരംഭിക്കുമ്പോൾ അതിന്റെ ഭരണത്തിൽ എല്ലാവരും സംതൃപ്തരായിരിക്കുമെന്നാണ് അനേകരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ശരിയല്ല. ഏതൊരു മുൻ ഗവൺമെന്റിനെ അപേക്ഷിച്ചും അതിന്റെ നിയമാവലി കൂടുതൽ കർക്കശമായിരിക്കും. അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും. കൂടുതലായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇപ്പോൾ മുറവിളി കൂട്ടുന്ന അനേകർക്കും അത് അരോചകമാകും. അന്യരെ വഞ്ചിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിനും കടത്തിവെട്ടുന്നതിനും കപടവേഷം കെട്ടുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നിശേഷം പിഴുതെറിയപ്പെടും. ഭക്ഷ്യമാലിന്യങ്ങൾ വഴി മറ്റുള്ളവരെയും ഭക്ഷ്യപാനീയങ്ങളുടെ ദുരുപയോഗം കൊണ്ട് തങ്ങളെ തന്നെയും അപകടപ്പെടുത്തുന്നതിനും ഏതു വിധേയനെയും സദാചാരങ്ങൾക്ക് കോട്ടം വരുത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും നിഷേധിക്കപ്പെടും. ഒരു വിധത്തിലുള്ള തെറ്റും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമോ സമ്മതപത്രമോ ആർക്കും നൽകപ്പെടുകയില്ല. എല്ലാവർക്കും അനുവദിക്കപ്പെടുന്നത് ദൈവപുത്രന്മാരുടെ യഥാർത്ഥവും മഹത്തരവുമായ സ്വാതന്ത്ര്യം മാത്രമായിരിക്കും. ഏതു വിധത്തിലും എല്ലാ വഴിക്കും തങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്കും നന്മ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം തന്നെ. ആവശ്യത്തെ രാജ്യത്തിൽ ഒരിടത്തും ഒരു ദോഷമോ നാശമോ സംഭവിക്കാൻ അവൻ ഒന്നിനെയും അനുവദിക്കുകയില്ല. യെശയ്യാ 11:9, റോമ 8:21. മദ്യസമ്പ്രദായങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച അബദ്ധബോധങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഏതൽക്കാല സ്ഥാപനങ്ങളെയും അന്ധമായ ആചാരമര്യാദകളെയും ധ്വംസിക്കുന്ന ആ ഭരണം നിർദാക്ഷിണ്യമെന്ന് പലർക്കും തോന്നും. അതിന്റെ ദാർഢ്യവും ഊർജ്ജസ്വലതയും നിമിത്തം അത് ഒരു ഉരുക്കു ഭരണമാണെന്ന് പ്രതീകാത്മകമായി വിളിക്കപ്പെടുന്നു. അവൻ അവരെ ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കും. താരതമ്യപ്പെടുത്തുക. വെളിപാട് 2:26-27, സങ്കീർത്തനം 2:8-12 വരെ, 49:14. ഞാൻ ന്യായത്തെ അളവ് ചരടും നീതി തൂക്കുകട്ടയും മാറ്റിവെക്കും. കന്മഴ വ്യാജസാരണത്തെ നീക്കിക്കളയും. വെള്ളം ഒളിപ്പടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും. നിഗൂഢമായതെല്ലാം വെളിപ്പെട്ടു വരും. യെശയ്യാ 22:17, മത്തായി 10:26. അവികലവും നീതിയുക്തവുമെങ്കിലും ആ ഭരണത്തെ അനേകരും മത്സരബുദ്ധിയാ വീക്ഷിക്കും. എന്തെന്നാൽ ഇപ്പോഴത്തെ പ്രഭുവായ സാത്താന്റെ കീഴിൽ കഴിഞ്ഞ കാലങ്ങളിൽ സമസൃഷ്ടങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയും പകരമായി മതിയായ സേവനം കാഴ്ചവെക്കാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിച്ച് ശീലിക്കുകയും ചെയ്തവരാണവർ. ഈ ആയുസ്സിൽ ഭോഗലോലുപമായ ജീവിതം നയിച്ചതിന് അവർ ആ ഭരണത്തിൽ കൊടുക്കേണ്ടി വരുന്ന വില സ്വാഭാവികമായും കനത്തതായിരിക്കും. ആ രാജ്യം പ്രദാനം ചെയ്യുന്ന സമത്വം, നീതി, ന്യായം എന്ന പാഠങ്ങൾ ഗ്രഹിക്കും മുമ്പ് ഈ കടുത്ത ശിക്ഷണ നടപടികൾക്ക് അവർ വിധേയരാകേണ്ടി വരും. സങ്കീർത്തനം 89:32, ലൂക്ക 12:47-48. ഈ വിഷയം സംബന്ധിച്ച പാഠങ്ങൾ ഒന്നാമതായി ബാധകമാകുന്നത് ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്കാണ്. അത് ആസന്നമായിരിക്കുന്നു. യാക്കോബ് 5. എത്ര അനുഗ്രഹീതമായ ചിന്താശകലം! ജീവന്റെ പ്രഭുവായവൻ നീതിയുടെയും സത്യത്തിന്റെയും പ്രമാണങ്ങൾ ഉരുക്ക് ഭരണം കൊണ്ട് നടപ്പിലാക്കുമ്പോൾ നീതി ജാതിയെ ഉയർത്തുന്നുവെന്നും പാപം ഏത് ജനതയെയും നിന്നാപാത്രമാക്കുന്നുവെന്നും ജനലക്ഷങ്ങൾ പഠിക്കും. ദൈവത്തിന്റെ പദ്ധതിയും നിയമങ്ങളും ബന്ധപ്പെട്ടവർക്കെല്ലാം അന്തിമമായി അത്യുത്തമമെന്ന് അവർ ഗ്രഹിക്കും. നീതിയെ സ്നേഹിക്കുവാനും അനീതിയെ പാലിക്കാനും അവസാനമായി അവർ ശീലിക്കും. സങ്കീർത്തനം 40:7, എബ്രായർ 1:9. ആ ഭരണത്തിൽ ന്യായത്തെ സ്നേഹിക്കാൻ പഠിക്കാത്തവരെല്ലാം നിത്യജീവന് അയോഗ്യരായി എണ്ണപ്പെടുകയും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുകയും ചെയ്യും. അപ്പോസ്തലപ്രവൃത്തി 3:23, വെളിപാട് 20:9, സങ്കീർത്തനം 11:5-7 വരെ. സനാതനമായ രാജ്യം. അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവായിരിക്കും. സക്കറിയ 14:9. സഹസ്രാബ്ദ കാലത്തെ ക്രിസ്തുവിന്റെ സാരഥ്യത്തിൽ സ്ഥാപിക്കപ്പെടുന്ന രാജ്യം യഹോവയുടെ രാജ്യമായിരിക്കും. എന്നാൽ അത് യഹോവയുടെ പ്രതിനിധി എന്ന നിലയിൽ ക്രിസ്തുവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. തെക്കൻ സംസ്ഥാനങ്ങൾ ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭണം സംഘടിപ്പിച്ച ശേഷം അമേരിക്കൻ ഐക്യ സംസ്ഥാന ഭരണകൂടം അതിനോട് സ്വീകരിച്ച നിലപാട് പോലെ തന്നെ ദക്ഷിണ സംസ്ഥാനങ്ങൾക്ക് കുറെ കാലത്തേക്ക് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്ത് സ്വയംഭരണം നടത്തുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അല്ലാത്തപക്ഷം അവർ ഐക്യ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ നിയമങ്ങളോട് പൊരുത്തപ്പെടുമായിരുന്നില്ല. എന്നാൽ ആ സംസ്ഥാന ഗവൺമെന്റുകളെ പുനഃസംവിധാനം ചെയ്ത്
കേന്ദ്ര ഗവൺമെന്റുമായി പൂർണ്ണമായ പൊരുത്തത്തിൽ എത്തിക്കുന്നതിന് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകി ഗവർണർമാരെ അധികാര സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഇപ്രകാരം ക്രിസ്തുവിന്റെ ഭൂഭാരം ഒരു പരിമിത കാലത്തേക്കും ഒരു നിശ്ചിത ലക്ഷ്യത്തോടും കൂടിയാണ്. ആ ലക്ഷ്യം സാധിക്കുന്നതോടെ ആ ഭരണത്തിന് വിരാമമാകും. മനുഷ്യന്റെ മത്സരം മൂലം ദൈവദത്തമായ അവകാശങ്ങൾ കൈവിട്ടുപോയി. യഹോവയുടെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സ്വയം ഭരണമാണ് ഈ അവകാശങ്ങളിൽ ഒന്ന്. ക്രിസ്തുവിൽ കൂടെ ദൈവം ആ അവകാശങ്ങളെല്ലാം വീണ്ടെടുക്കുന്നു. മനുഷ്യന് വ്യക്തിപരമായി അവന്റെ ആദിമാവസ്ഥയിലേക്ക് മടങ്ങി വരിക മാത്രമല്ല, ഭൂമിയുടെ രാജാവ് എന്ന അവന്റെ പൂർവ്വസ്ഥാനം തിരികെ പ്രാപിക്കുക എന്നതും ഈ അവകാശങ്ങളിൽ പെടുന്നു. വർത്തമാന ജീവിതത്തിലെ അനുഭവ പാഠങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുവാൻ ഉതകും വിധം മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുന്നതിന് ബലിഷ്ഠവും അവികലവുമായ ഒരു ഭരണകൂടം ആവശ്യമാണ്. സ്വപ്രയത്നത്തിലൂടെ കരകയറാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിന് മനുഷ്യനെ അനുവദിച്ചതും അവന്റെ അനുഭവജ്ഞാനത്തിന് വേണ്ടിയായിരുന്നു. മനുഷ്യന്റെ ഉദ്ധാരണം പൂർത്തിയാക്കുക എന്ന ബഹുമതി ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി അവനാണല്ലോ ജീവത്യാഗം ചെയ്തത്. സകല ശത്രുക്കളെയും കാൽക്കീഴിലാക്കുമ്പോഴും അവൻ വാഴേണ്ടതാകുന്നു. അവനെ അംഗീകരിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യാത്തവരായ ഏവരും ഇല്ലാതെയാകും വരെ തന്നെ. മനുഷ്യരാശിയുടെ യഥാസ്ഥാപനം എന്ന ദൗത്യം ഇപ്രകാരം പൂർത്തിയാക്കിയ ശേഷം അവൻ രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. പിന്നീട് മനുഷ്യരാശി ആദിയിലെന്ന പ്രകാരം യഹോവയുമായി നേരിട്ട് ബന്ധം പുലർത്തും. അപ്പോൾ ദൈവമായി മനുഷ്യനെ നിരപ്പിക്കുക എന്ന മഹാദൗത്യം മനുഷ്യനാം യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ പൂർത്തീകരിച്ചിരിക്കും. 1 കൊരിന്ത്യർ 15:25 മുതൽ 28 വരെ വാക്യങ്ങൾ. രാജ്യം പിതാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞ ശേഷവും അത് ദൈവത്തിന്റെ രാജ്യമായിരിക്കും. നിയമങ്ങളും വ്യത്യസ്തമായിരിക്കില്ല. പൂർണ്ണമായി യഥാസ്ഥാപനം പ്രാപിച്ച മനുഷ്യരാശി ആത്മാവിൽ എന്ന പോലെ അക്ഷരത്തിലും ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാൻ കഴിവ് നേടിയിരിക്കും. അനുസരണത്തിന്റെ ആത്മാവ് അഥവാ ദൈവത്തിന്റെ നിയമം അനുസരിക്കാൻ ശ്രമിക്കുന്നതിനുള്ള കഴിവ് മാത്രമാണ് ഇന്ന് മനുഷ്യനുള്ളത്. അന്ന് സമ്പൂർണമായ ദൈവനിയമത്തിന്റെ അക്ഷരത്തിൽ സംഭവിക്കുന്ന ബാഹ്യമായ വീഴ്ച പോലും ക്ഷണത്തിൽ മരണശിക്ഷ ക്ഷണിച്ചു വരുത്തും. 2 കൊരിന്ത്യർ 3:6. ഇപ്പോൾ നാം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ മറവിലയിൽ കൂടി മാത്രമാണ്. പൂർണ്ണത വാസമായി തീരും വരെ ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരം തന്നെ. എബ്രായർ 10:31. ഇപ്പോഴും പൂർണ്ണത യാഥാർത്ഥ്യമായി തീരും വരെയും അയവില്ലാത്ത നീതിയുടെ മുമ്പിൽ നിരപരാധിത്വം അവകാശപ്പെടാൻ ആർക്കും കഴിയുന്നതല്ല. ക്രിസ്തുവിന്റെ പുണ്യത്തിന്റെയും യാഗത്തിന്റെയും അടിസ്ഥാനത്തിൽ സൗജന്യമായി ദൈവം ഒരുക്കിയിരിക്കുന്ന കരുണ നമുക്കെല്ലാം അനുപക്ഷണീയമാണ്. എന്നാൽ ക്രിസ്തു രാജ്യം പിതാവിനെ ഏൽപ്പിക്കുമ്പോൾ യഹോവയുടെ കുറ്റമറ്റ നിയമത്തിന് കീഴിൽ ശാശ്വതമായ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകാൻ യോഗ്യരും പ്രാപ്തരും കുറ്റമില്ലാത്തവരുമായിട്ടാണ് അവൻ അവരെ തൽസമക്ഷം ഹാജരാക്കുന്നത്. എല്ലാ ഭയാശങ്കകളും അപ്പോൾ നീങ്ങിപ്പോയിരിക്കും. യഹോവയും യഥാസ്ഥാപനം ചെയ്യപ്പെട്ട സൃഷ്ടികളും ആദിയിൽ എന്ന പോലെ അന്യോന്യം പൂർണ്ണമായി പൊരുത്തപ്പെട്ടിരിക്കും. സഹസ്രാബ്ദ യുഗത്തിന്റെ അന്ത്യത്തിൽ ക്രിസ്തു ലോകാധിപത്യം പിതാവിനെ ഏൽപ്പിക്കുമ്പോൾ അവൻ അങ്ങനെ ചെയ്യുന്നത് പിതാവിനെ പ്രതിനിധാനം ചെയ്യുന്നവർ എന്ന നിലയിൽ അത് മനുഷ്യരാശിക്ക് കൈമാറുക വഴിയാണ്. ആദ്യം മുതൽ ഈ പദവി അവർക്കായി കരുതി വച്ചിട്ടുള്ളതാണ്. 1 കൊരിന്ത്യർ 15:24, മത്തായി 25:34. ഇപ്രകാരം ദൈവരാജ്യം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഇതാണ് കർത്താവ് നമ്മോട് പറയുന്നത്: എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും. സഹസ്രാബ്ദ യുഗത്തിൽ യോജിപ്പും അനുസരണവും നിമിത്തം കൃപാപാത്രങ്ങളാകുന്നവരാണ് വലത്തുള്ളവർ. മനുഷ്യന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ രാജ്യവും പദവിയും ഇതിലും മഹത്തരവും ക്രിസ്തുഗണത്തിനു വേണ്ടി മുമ്പേ നീക്കിവച്ചിട്ടുള്ളതുമായ രാജ്യവും പദവിയുമായി കൂട്ടിക്കുഴച്ചരുത്. 1 കൊരിന്ത്യർ 2:7. ലോകസ്ഥാപനത്തിനു മുമ്പേ നാം അതിനായി ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. മുമ്പേ തെളിയിച്ചതുപോലെ ഭൂമിയുടെ ഭരണത്തിൽ ക്രിസ്തുഗണത്തിന്റെ വിശേഷവിധിയായ രംഗപ്രവേശനത്തിന് യഥാസമയം തിരശ്ശീല വീഴുമെങ്കിലും അതോടുകൂടി അവരുടെ തേജസ്സും ആധിപത്യവും ശക്തിയും അവസാനിക്കുമെന്ന അർത്ഥമില്ല. യഹോവയുടെ പ്രസാദത്തിന്റെ വലതുഭാഗത്ത് ദിവ്യമായ എല്ലാ മഹത്വത്തിനും ശക്തിക്കും ക്രിസ്തു കൂട്ടവകാശിയായിരിക്കും. അനുക്ഷണ വികസ്തരമായ അവന്റെ തേജസ്സിന് ജീവിത സഖി എന്ന നിലയിൽ സഭ പങ്കാളിയാകും. ഗോളാന്തരങ്ങളിൽ
എന്തെന്ത് അത്ഭുത പ്രവർത്തനങ്ങളായിരിക്കും യഹോവയുടെ കാര്യനിർവാഹകനായി അത്യന്തം ഉയർത്തപ്പെട്ടിരിക്കുന്ന ഇവന്റെ ശക്തിയെ കാത്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഞങ്ങൾ ഇപ്പോൾ അഭ്യൂഹങ്ങൾക്ക് മുതിരുന്നില്ല. ദിവശക്തിയുടെ അനന്തതയിലേക്കും പ്രവർത്തനക്ഷമതയിലേക്കും അഖിലാണ്ടത്തിന്റെ നിസീമ വിസ്തൃതിയിലേക്കും ഞങ്ങൾ വിരൽ ചൂണ്ടുന്നതേയുള്ളൂ. നമ്മുടെ താല്പര്യം രാജ്യത്തിന്റെ ഏത് തലത്തോട് ബന്ധപ്പെട്ടാണെങ്കിലും അത് സകല ജാതിയുടെയും അഭീഷ്ട വിഷയമാണ്. എന്നാൽ അതിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഏവരും ആ കാലത്തിനായി വാഞ്ചിക്കണം. നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം എന്ന പ്രാർത്ഥന അന്വർത്ഥമാകണം. ഇതിനു വേണ്ടിയാണ് സർവ്വ സൃഷ്ടിയും അറിയാതെയെങ്കിലും ഞെരുക്കത്തോടെ ദൈവപുത്രന്മാരുടെ വെളിപാടിനായി കാത്തിരിക്കുന്നത്. സിനിമയെ അമർത്തുകയും സകല ജനങ്ങൾക്കും അനുഗ്രഹവും രോഗശാന്തിയും വരുത്തുകയും ചെയ്യുന്ന രാജ്യത്തിന്റെ പ്രതീക്ഷയിൽ വിലപിക്കുന്ന സൃഷ്ടിയോടൊപ്പം നമുക്കും പങ്കുചേരാം. റോമ 8:19, 16-20.